മാഷേം ടീച്ചർ ഇപ്പൊ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അല്ല പിന്നെ ആടിപൊളി. എടാ കിച്ചു, ഞാൻ ഇപ്പൊ ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ പോവാ. നിനക്കതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? ഓ നമുക്കൊന്നും അറിയില്ലേ. ഞാൻ വിക്ഷേപണം നടത്താൻ പോവാണേ. ഊർജം കൊടു. എടാ കിച്ചു, നമ്മുടെ പ്രകാശം മാഷി ഒന്ന് ഒലിപ്പിക്കുന്നു. ഇന്നും ഉണ്ടോ? എടി, എന്റെ മാമ നല്ല ഗൾഫിൽ നിന്ന് വന്ന് നല്ല അടിപൊളി സ്പ്രേ കൊണ്ടുവന്നുണ്ട്. ഞാൻ നാളെ അടിച്ചിട്ട് വരാട്ടോ. അതെ, ഗൾഫിൽ നിന്ന് പൈസ മാത്രമേ ഭർത്താവിന് അയക്കാൻ പറ്റൂ. ഒന്ന് പോ മാഷേ. വിഷമിക്കണ്ട. എന്താ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. ക്ലാസ് കണക്കിന്റെ പീതാംബരം മാഷി പോരും. അതിനു മുമ്പ് എനിക്ക് എന്തിനും കണക്ക് പറഞ്ഞാടാ. എന്നാ നോക്ക്. ആ 63 എന്താണ്? എടാ മാഷി വരുന്നു. മാഷി മിണ്ടല്ല മിണ്ട. അയ്യോ പീതാംബരം സാറ്. എന്തൊരു ബഹളാണ്. മിണ്ടണ്ട. ഇതാരാണ് എഴുതിയത്? ഞാനല്ലേ സാറേ. ഇതെന്താ ചന്തയാ? ഏകദേശം ചന്ത തന്നെയാ. നിങ്ങളെ നാളെ ഇങ്ങോട്ട് വാട്ട. കിച്ചു, ഈ ഫുട്ബോൾ നമ്മള് കാലോണ്ട് തട്ടുമ്പോഴേ ഈ കാലോണ്ട് ഒരിക്കലും നമ്മള് ഫുട്ബോൾ ഇങ്ങനെ വെച്ചിട്ടേ കാലിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കൊണ്ട് ഈ ഭാഗം കൊണ്ടാണ് നമ്മള് തട്ടേണ്ടത്. നോക്കിക്കോ, അച്ഛൻ ചെയ്യണത് നോക്കിക്കോ. അതാ ഇങ്ങനെയല്ല, ഇങ്ങനെ നോക്കിക്കോ. അച്ഛനടിക്കണോ കേട്ടാ. ഇപ്പം ഈ ഭാഗം കൊണ്ട് അടിക്കാവൂട്ടാ. ഈ ഭാഗണ്ടല്ലേ? അടി കണ്ടേ, അടി. മിടുക്കൻ. ഇങ്ങനെ വേണം അടിക്കാൻ. അപ്പോ അച്ഛൻ്റെ പോൻ മിടുക്കനായ കളിക്കാരനാവൂ. വണ്ണാത്തിപ്പുള്ളുന്നേ വാഗമരച്ചില്ലമേ ധാരാളം പാട്ടുണർന്നേ നാട്ടാരും വന്നണഞ്ഞേ മഴ പെയ്ത് വെയില് വന്ന് ആമോദമേൽക്കുമ്പോൾ മഴ പെയ്ത് വെയില് വന്ന് ആമോദമേൽക്കുമ്പോൾ കള്ളക്കുറുക്കന്റെ കല്യാണം കള്ളക്കുറുക്കന്റെ കല്യാണം മഞ്ചാടി പൂഞ്ചിരിവിൻ അപ്പൂപ്പൻ താടികളെ കുന്നോളം മോഹം ചിന്താനണിയൂ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. തേന്മാവിൻ കൊമ്പിലൊരു തേൻകിളി കൂടുകൂട്ടി തഞ്ചത്തിൽ തുള്ളി വന്നു അണ്ണാറക്കണ്ണനിവൻ. കണ്ടോരൊട്ടത്തിലുട്ടിലുടുക്കുമായി കുന്നത്തിൽ പായണതോർത്തിരുന്നേ. കുഞ്ഞിളം പുഞ്ചിരി തൂകിടുന്നേ, ഇവർ കുഞ്ഞിളം പുഞ്ചിരി തൂകിടുന്നേ. കര കുളം കര കുളം കര കുളം. കിച്ചു, എന്ത് പറ്റിയടാ? എണീക്ക് വാ. കിച്ചു, കിച്ചു, എന്ത് പറ്റിയടാ? വാ കിച്ചു. കിച്ചു ഒന്ന് വാ. കാല്
പതുക്കെ എടാ എടാ കിച്ചു, ഇനി നീ കാലൊക്കെ നോക്കി കളിച്ചാ മതി, ബാക്കി ഓരോ ഞാൻ ഏറ്റു. ആ അത് നടന്നു തന്നെ. എന്താടാ എന്തൊരു വീഴ്ചയാടാ ഏണി. എന്ത് പറ്റിയടാ? എന്തായി നിന്റെ മുന്നേറ്റം? ഒന്ന് പോടാ. വാ. നല്ലോണം ആയല്ലോ. എടാ ബോള് പൊട്ടിയല്ലോടാ. ബോള് ഇനി എന്തെടുത്തിട്ട് കളിക്കും? എന്നാലും ഒരു ഒടുക്കത്തെ അടിയായി പോയല്ലോ. ഷേ അമ്മ വേഗം വെക്ക്, നല്ല വേദന. വയ്യാത്ത കാലും കൊണ്ട് കളിക്കാൻ പോയിട്ട് കാലും പൊട്ടിച്ച് വന്നിക്കുക ചെക്കൻ. പറഞ്ഞാ കേൾക്കൂലല്ല. നിക്കടാ, നിന്റെ അച്ഛൻ വരട്ടെ കേട്ടോ. നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. ചൂടമ്മ ചൂടമ്മ, കുറയ്ക്കമ്മ ചൂട്. കൊള്ളട്ടെടാ കൊള്ളട്ടെ. പറഞ്ഞാ കേൾക്കാണ്ടല്ലേ. അച്ഛൻ വരട്ടെ കേട്ടോ. ഇന്നത്തോടുകൂടി നിന്റെ കളി ഞാൻ നിർത്തുന്നുണ്ട്. എന്താ അമ്മ നിങ്ങളീ പറയണേ? ഒരു കളിക്കാരനാവാനല്ലേ എന്റെ ഇഷ്ടം, അതിനു വേണ്ടിയല്ലേ കളികളൊക്കെ. എടാ, നന്നായി കളിച്ചാൽ മാത്രമേ നല്ല കളിക്കാരനാവൂല. അതിനെ നല്ല കാശും വേണം. എടാ, ഇമ്മളയിൽ എവിടുന്നാടാ ഇതിന് മാത്രം പൈസ? രണ്ടക്ഷരം പഠിക്കാൻ പറഞ്ഞാലേ ചെക്കൻ പഠിക്കൂല. അപ്പൊ കളി 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 എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നിന്റെ സ്വഭാവം മാറ്റാട്ടാ നീ. ഇതൊക്കെ ആരോട് പറയാനാ? അതിന് മാത്രം ചൂടൊന്നുമില്ല. എടാ കാലൊക്കെ എങ്ങനെ ഉണ്ടാ? കൊഴപ്പില്ല. എടാ നോക്കി നടക്കടാ. നോക്കിയാ നടക്കുന്ന. ഇന്നലെ അവരുടെ ബോൾ പൊട്ടിയോണ്ട് അവർ രക്ഷപ്പെട്ടെ, ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്തൊക്കെ തള്ളായിരുന്നു നീ. എടാ ഇന്നലെ ബോൾ പൊട്ടിയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ മാനം കാത്തു സൂക്ഷിച്ചാനെ. ഓ പിന്നെ, എന്നിട്ടല്ലേ നീ മാലാമറച്ച് വീണത്. എടാ മിന്നു വരുന്നടാ. കിച്ചു ഇന്നലെ ഫുട്ബോൾ കളിക്കുമ്പോ വീണിരുന്നില്ലേ, എന്നേം പറ്റിയോ? ഒന്നുമില്ല, ഞാനവിടെ ഉണ്ടായിരുന്നു. കാലിനേം പറ്റിയോ? സൂക്ഷിച്ചൊക്കെ കളിക്കണ്ടേ, നമുക്ക് വലിയ ആളാവണം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത്? ഒന്ന് പോടാ. എടാ അവള് തന്നെ നോക്കുന്നുണ്ട്. പൊട്ടി പാളിസായി. ഇനി നമുക്ക് വല്ല സാറ്റോ ഒളിച്ചെളിയോ കളിക്കാം. എടാ നമുക്ക് ബോൾ മേടിക്കാൻ വേണ്ടിട്ടേ പിരിവ് നടത്തിയാലോ? അങ്ങനെയാണ് ഞാൻ ചുരുപ്പിട്ട്. എടാ നിന്റെ 5 രൂപ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഫുട്ബോളിന് എങ്ങനെ പോയാലും ഒരു 300 രൂപ. അത് ശരിയാ. കിച്ചന് നിന്നെ എന്താ? എന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബോളാ. ഒന്നെന്റെ വീട്ടിലുണ്ട്, ഒന്ന് നിനക്കുള്ളത്. ഓ എടാ ഫുട്ബോള്. നീ വാ നമുക്ക് എടാ എടാ അടിപൊളി ബോളിട്ടോ. ആടാ ശരിയാടാ, അടിപൊളി ബോളാ. എന്നാലും നീ അവളോട് താങ്ക്സ് പോലും പറഞ്ഞില്ലോടാ. എന്താടാ? ശരിയാ, ഞാൻ ടെൻഷനിൽ വിട്ടുപോയി. ടെൻഷൻ നിനക്കോ? അല്ല, ആ സന്തോഷത്തില്. എങ്കിൽ നീ പോയി ഒരു താങ്ക്സ് പറഞ്ഞിട്ടോ. പോയേ, എനിക്ക് പറ്റില്ല. എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ക്യാച്ച്. മിന്നു മിന്നു നിന്നേ. എന്താട്ടിപ്പോ? ബോള് പൊട്ടി കിളിവ് അറിയിക്കുമ്പോഴാ മിന്നു പുതിയ ബോള് കൊണ്ട് തന്നെ മറക്കൂലട്ടോ. കിച്ചു താങ്ക്സ് പറയാൻ പറഞ്ഞു. അയ്യോ നടക്കേടായല്ലോ. എടാ ഓടിക്കോ, മാനം പോയി, കയ്യിന്നും പോയി. എടാ ഓടാ.
എടാ എൻ്റെ കാലുവേന ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് നമ്മുടെ ഫുട്ബോൾ മാച്ചിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. ഈ ഇല്ലാതെ നമ്മളെ ടീം എങ്ങനെ ജയിക്കുക? ഇജെന്തായാലും വന്നേ പറ്റൂ. എടാ ഞാൻ ഇല്ലേ, ഞാൻ ഗോൾ അടിച്ച് കളയിപ്പിച്ചോളാം. നീ അനക്ക് മറിഞ്ഞു വീഴാല്ലാതെ എന്തറിയാം? എടാ നീ ഒരുമാതിരി വർത്തമാനം പറയരുത് കേട്ടോ. എന്ത് എന്ത് അല്ല ഇന്നലെ ഇജെന്താണ് അവിടെ കാണിച്ചു കൂട്ടിയെ? എടാ കഴിഞ്ഞ കാര്യം വിട്, ഞാൻ ഗോൾ അടിച്ച് കളി ചെയ്യിപ്പിച്ചോളാം. കാണാം. കാണാം അല്ല പിന്നെ. എടാ എന്താടാ? പിന്നെ നമ്മുടെ മീനുവിനെ നിന്നോട് ചെറിയ ലവ് ഉണ്ടോന്നൊരു സംശയം. ഒന്ന് പോടാ, ഞാൻ മാഷിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുവേ. അവന്റെ ഒരു സംശയം. ശരിയാ, അതെനിക്കും തോന്നി. എടാ പിന്നെ അവളുടെ ചിരിയും പിന്നെ നീ കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു വേണ്ടേ വേണ്ട, എന്നോട് കളിക്കണ്ട. ഡാ കിച്ചു, കിച്ചുവേ, എടാ കിച്ചു, എടാ കിച്ചു, ആ, വാടാ. കിച്ചു ഡാ ഇന്ന് മാച്ചുള്ള ദിവസാണേ, വാ. എടാ കാല് എനിക്ക് വയ്യ, അമ്മ വിടില്ല. എടാ അങ്ങനെ പറയലടാ. എടാ പറ്റില്ല, നീ വന്നേ പറ്റൂ. എടാ വാടാ, നീ ഗോളി നിന്നാ മതി. എടാ പറ്റില്ലടാ, അമ്മ സമ്മതിക്കില്ല. എടാ തമാശ കളിക്കലാ. എടാ കിച്ചു, എടാ അതാ ടിപ്പും പാലാത്തമാണെങ്കിൽ അടിച്ചേറ്റങ്ങളെ കാലിയും തല്ലി ഓടിക്കും. ഇങ്ങോട്ട് വാടാ. അമ്മേ ദാ വരുന്നു. ആ ആ ആ ആ ഇപ്പൊ ശരി. സൂപ്പറാ. കിച്ചോ അച്ഛാ, കിച്ചോ മോൻ പറഞ്ഞ വരെയുള്ള നോട്ടുകൾക്കും പിന്നെ നിലക്കടലയും കൊടുത്തിട്ടുണ്ട് അച്ഛൻ. നിലക്കടല പിന്നെ കഴിക്കാച്ചാ. ഇപ്പൊ കാല് ഭയങ്കര വേദനയാ. കാല് ഇന്നും ഒളിക്കില്ലേ? അപ്പൊ കളിക്കുമ്പോ ശ്രദ്ധിക്കട്ടെ നീ. സാരില്ല, നാളത്തേക്ക് മാറിക്കോളൂ കേട്ടോ. നാളത്തേക്ക് മാറണം. ചെക്കനെ വഷളാക്കുന്നത് നിങ്ങളാ. ചെക്കനോട് ഇനി കളിക്കാൻ പോണ്ടെന്ന് പറയേണ്ടതിന് പകരം ചെക്കൻ ഇനി കളിക്കാൻ വിടണ്ട, അതാ ചെയ്യേണ്ടത്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. അതേ അമ്മ സ്നേഹം കൊണ്ട് പറഞ്ഞതാ. നോക്കി കണ്ടൊക്കെ കളിക്കണം. ഈ ഫുട്ബോൾ കളിയിലേ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെടുന്നത് ആരാന്നറിയോ? അറിയില്ല. ഫോർവേഡ് കളിക്കുന്നവരെയാ. ഈ ഫോർവേഡ് കളിക്കുന്ന ആൾക്കാർക്ക് ഗോളടിക്കാൻ എളുപ്പേ. അപ്പൊ അവരാ ഫൗൾ ചെയ്യപ്പെടുക. അച്ഛൻ്റെ കുട്ടീനെ ആരും ഫൗൾ ചെയ്യരുത്. അച്ഛാ, അച്ഛൻ അറിയാലോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മർഡോണെ പോലെ പെലെ പോലെ ഒരു വലിയ കളിക്കാരനാവാൻ എന്റെ ആഗ്രഹം. അത് അച്ഛൻ്റെ കുട്ടി ആവുമല്ലോ. അച്ഛന് സാധിക്കാതെ പോയത്, അച്ഛന് എത്തിപ്പിടിക്കാൻ പറ്റാതെ പോയത് അച്ഛൻ്റെ മോനിലൂടെ സാധിക്കും. അത് അച്ഛനുറപ്പാ. അച്ഛന് കൊടുക്കാൻ പറ്റിയ ഉപദേശം കളി നിർത്താൻ പറയുമ്പോഴാ. അതെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. മോൻ നന്നായിട്ട് പഠിക്കുക. അതിനൊക്കെ കൂടുതൽ ഫുട്ബോൾ കളിച്ച് ലോകം അറിയുന്നൊരു ഫുട്ബോൾ കളിക്കാരനാവണം. ഈ കട്ടപ്പാടത്തുനിന്ന് കളിച്ചു വളർന്ന ഒരു ഫുട്ബോൾ മാന്ത്രികൻ. മോൻ മാറും. അച്ഛന് ഉറപ്പാ.
ഇവനെ കൊണ്ട് കളിക്കലടാ. സിമ്പിൾ സാധനം നോക്കി നേരം കുറയാൻ തുടങ്ങി. ടിപ്പോ ഓ തടി കുറച്ച് കുറയ്ക്കണം കേട്ടോ. ഇങ്ങനെയാണെങ്കിലേ എനക്ക് ടീം ചാൻസ് ഉണ്ടാവൂലേ. തടി കുറച്ചാ എനക്ക് തന്ന്. തടിയൊക്കെ കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ആശാനെ. ഇനിയിപ്പോ തടി ഉണ്ടെങ്കിൽ എന്താ, ഞാൻ എല്ലാ കളിയിലും മിന്നും പ്രകടനല്ലേ കാഴ്ചവെക്കല് അല്ലേ? നീ കുറെ ഉണ്ടാക്കും. ഒന്ന് പോടാ. അല്ലേ നീ ബെസ്റ്റാടാ. ശരിയാ, കറക്റ്റ്, അടിപൊളി. നിങ്ങളെന്താണ് ചിരിക്കുന്നത്? ശരിയല്ലേ? പിന്നെ അല്ലേ? അല്ലേ? അതേടാ. പിന്നെ തച്ചനാട്ടുകരയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഗെയിം പ്ലാൻ മാറ്റാനാണ് തീരുമാനം. ഇത്തവണ നമുക്ക് കപ്പടിക്കണം. കിച്ചുവിൻ്റെ ഇപ്പോൾ ഫോർവേഡിൽ ആശി കളിക്കട്ടെ. എന്തേ, ഇതല്ലേ നല്ലത്? അതൊരു നല്ലൊരു തീരുമാനം. അതെ അതെ. ഞാൻ സമ്മതിക്കൂല. ഞാൻ ഫോർവേഡേ കളിക്കൂ. ഫോർവേഡ് ഏടാ, എനക്ക് ടീമിൽ ഇറങ്ങി കളിച്ചാ പോരെ. ഫോർവേഡായി കളിക്കാൻ വാശി പിടിക്കണം. ഞാൻ ഫോർവേഡ് മാത്രമേ കളിക്കൂ. ഞാൻ മിണ്ടൂല. നീ മിണ്ടട്ടെ. ഒന്ന് കരഞ്ഞിട്ട് വാ. ഇവനൊക്കെ ടീമിലെടുത്ത് എന്നെ തന്നെ പറഞ്ഞാ മതിയല്ല. തങ്കപ്പേട്ട എവിടേക്കാ? ഇങ്ങടേ ആ കുഴമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് വാങ്ങിച്ചിട്ട് പൊക്കോ. വൈകുന്നേരം വന്ന് വാങ്ങിച്ചോളാം. ആ ആയിക്കോട്ടെ. കുപ്പിയിലൊക്കെ പൊട്ടിയാണല്ലോ മൊത്തം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണോ എന്തോ. എന്താ വൈദ്യരെ? കാശുകളൊന്നും കിട്ടാനുള്ളത് വാങ്ങിയെടുക്കുന്നില്ലല്ലോ നീ. ആ കയ്യിലുണ്ട് വൈദ്യരെ. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നേരെ നോക്ക്. ഇതിലുണ്ടായാ മതിയോ? ഞാൻ ചോദിക്കാനിട്ടൊന്നല്ല, അവര് തരണ്ടേ, ഞാനെന്ത് ചെയ്യാനാ? ഇവൻ ശരിയാവും. അല്ല വൈദ്യരെ, ഈ സാവിത്രേച്ചിയുടെ അടുത്തുള്ള പോക്ക് ഇത്തിരി കൂടുതലാന്നാ നാട്ടുകാരൊക്കെ പറയുന്നേ. അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. നിങ്ങൾ അവിടെ പോകുമ്പോ മാത്രം എന്താ എന്നെ വിളിക്കാത്തെ? അതെ, അവിടെയുള്ള ഒരാളെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെയാണ് നിന്നെ കൂട്ടാൻ. ഓടാവേ. ശരി, അങ്ങനെയുണ്ടോ? കിച്ചൺ ടീം എപ്പോഴും കളിയാണല്ലോ. അവർക്ക് എപ്പോഴും കളിക്കാലോ. നിന്നെ നിന്റെ കിച്ചു കണ്ടിട്ടുണ്ട്. അവനൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല അവന് നിന്നോട് ഇഷ്ടമുണ്ടെന്ന്. ഹെടി, നിനക്കത് വെറുതെ തോന്നാ. അവൻ എന്റെ മൈൻഡൊക്കെ ആക്കാറുണ്ട്, പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ചത് കാണിക്കാറില്ല. അല്ലടാ, നിന്റെ പുറത്തേക്കുള്ള വിസ വന്നോ? നോക്കുന്നുണ്ട്. നാട്ടിൽ തന്നെ എന്താക്കാനാ? അല്ലല്ലോ, ഇവിടുത്തെ ഫുട്ബോൾ ആയിട്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല. ശരിയാ. നമ്മളെ കുഞ്ഞല്ലാതെ കുഞ്ഞാ. എന്റെ കല്യാണം എന്തായി? അല്ല, നമ്മളെല്ലാം വിളിക്കുവാ. പഠിച്ചോനെ നിങ്ങളറിയൂല? ഇല്ല. നാട്ടിലൊക്കെ പാട്ടാ. ആരാ അറിയോ? ആരാ? നമ്മളെ രേഖേച്ചി. രേഖേച്ചിയോ? നീ അങ്ങനെ വളച്ചേ? വളയ്ക്കാനോ? നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ല? ഇല്ല. പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള രജിസ്റ്റർ ഓഫീസിന്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞു നമ്മളെ ബ്രോക്കർ. ആടല്ലേ വിളിക്കൂല കല്യാണത്തിന്? നീ അങ്ങനെ ഒപ്പിച്ചേ? അതൊക്കെ നമ്മളെ ഒപ്പിച്ച് ചോദിക്കട്ട്. നാണം ചെക്കണ. കല്യാണം വിളിക്കണം. നെഞ്ചിലുള്ള ആര് നിന്റെ? രേഖേച്ചിയോ? നീ എങ്ങനെ ഒപ്പിച്ചേ? രേഖേച്ചി തന്ന. നീ ഇങ്ങനെ നടന്നോ? നീ എങ്ങനെ ഒപ്പിച്ചേ? അത് ബ്രോക്കർ പറഞ്ഞിട്ട് ആരോടും പറയണ്ടാന്ന്. അത് ഓൽക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാ ഇഷ്ടം. ഇനി പിന്നെ മോഡേണായോണ്ട് പ്രശ്നം. അല്ല, എന്റെ പേരിന്റെ ഷർട്ടൊക്കെ അല്ല കേട്ടോ. ആരെ? രേഖേച്ചി പറഞ്ഞതാ. എങ്ങനെ കുറച്ചും കൂടി കേട്ടാൻ തോന്നുന്നു. ഫാഷൻ ഇതാ. എന്നാലും എന്റെ അതിന്റെ ഓള് വീണില്ലേ?
അമ്മേ ഞാൻ പോണ്ടാ. കിച്ചു നിക്കടാ, ആ മീൻ വാങ്ങാനുള്ള പൈസ എടുത്തിട്ട് പോട്. അത് അച്ഛൻ വരുമ്പോ കൊണ്ടുവരും അമ്മേ. എടാ അച്ഛൻ വരുമ്പോ വൈകൂ. അത് അച്ഛൻ വരുമ്പോ കൊണ്ടുവരും, ഞാൻ കളിച്ചിട്ട് വരാം. മീൻ വാങ്ങാൻ പറയുമ്പോ അവന്റെ ഒരു ഉമ്മ. എടാ കിച്ചേ, പൊന്നമ്മ കളിക്കാൻ പോവാണ് പിന്നീന്ന് വിളിക്കണേ. ഓ ഈ ചെക്കന്റെ ഒരു കാര്യം. മാറ്റി പിടിക്കുന്നെങ്കിലും ബ്ലോക്ക് ചെയ്യണം. എന്തോ ഫൗള് ചെയ്യണേ? എന്താ ഫൗള് ചെയ്യണേന്ന്? എന്ത് ആര് കളിച്ച് ജയിക്കണ? കളിച്ചെന്നെ ജയിക്കാൻ പോകുന്നേ. നീ കൊറേ നാളാണെന്ന് ഫൗള് കളിക്കണേ. എന്ത് ഫൗളല്ല? ഒന്ന് ഹലോ 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 വിലാടാ, ഇയാളെന്താ വിളിച്ചിട്ട് കിട്ടാതെ? ഹലോ വിലാടാ, ഹലോ വിലാടാ, എന്തായി നമ്മുടെ രേഖന്റെ കാര്യം? വേഗം നടക്കുവോ? ആണോ? എനിക്കെന്നെ കിട്ടുമല്ലേ? ആണോ? ഓക്കെ. പൊളിക്കണ്ടേ? പിന്നല്ല. വിടുതൽ പ്രക്രിയ തീരുമാനമായില്ല, പ്രതിസന്ധി രൂക്ഷം. അല്ല സന്ദീപേ, അന്റെ പാർട്ടിയല്ലോടോ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഉളുപ്പുണ്ടാ എനക്ക്? പഞ്ചായത്തിന് പൈസ മുഴുവൻ കട്ട മുടിച്ചില്ല എന്റെ പാർട്ടി. എന്ത് പാർട്ടി, എന്ത് ഭരണം അവിടെ നടത്തുന്നത്? ഇതാ മാമ, നിങ്ങളെ പ്രായമൊന്നും ഞാൻ നോക്കൂലേ കേട്ടോ. എന്റെ പാർട്ടിയെ കൊണ്ട് പറഞ്ഞാണ്ടല്ലോ, നിങ്ങളൊക്കെ കട്ടുമുടിച്ച് നടന്നൊരു ഭരണമടം ഉണ്ടേന്. നോക്കി ഇതാ മാമ, നിങ്ങളെ പാർട്ടിക്കാരാ. അതിനേക്കാ വലിയ തട്ടിപ്പിന്റെ അർത്ഥം ഇവിടെ ഉണ്ടാ. ഇതിപ്പോ നിങ്ങൾ നമ്മളത് മാത്രമേ കാണുള്ളൂ അല്ലേ? വേറൊരു പാർട്ടിന്റെ നിങ്ങൾ കാണൂല. അവിടെ കിട്ടുന്നതൊക്കെ നീയൊക്കെ വീതിച്ചെടുക്കല്ലേ? അനക്ക് എത്ര കിട്ടി? നമ്മളെ റോഡിന്റെ അവസ്ഥ കണ്ട? അല്ലെന്ന്, നിങ്ങൾക്ക് നിങ്ങളെ പാർട്ടിന്റെ കാര്യം നോക്കിയാ പോലെ. പത്രത്തിൽ കുത്തിയ പഴം പോലെ പാർട്ടിയെ പോലെ ഒന്ന് അങ്ങോട്ട് പറ്റിയോ മാമ? ഞാൻ പറഞ്ഞ ലേസിന്റെ കാര്യം ഇപ്പൊ എടുക്കല്ലേ? ഞാനിവിടെ ചന്തിയും കുത്തി വീണപ്പോ നീ എന്നെ എടുക്കാൻ വന്നില്ല. നീ എന്നെ LIC എടുപ്പിക്കാൻ വന്ന. ഈ കാര്യവും പറഞ്ഞ് നീ എന്റെ വീടിന്റെ പരിസരത്ത് വന്ന കാളി ഞാൻ ചോട്ട് ഓടിക്കും. ഓ എന്നെ കണ്ടപ്പോഴേ നോക്കണ്ടേ? പിന്നെ നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ കിച്ചുവിന് സന്തോഷ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടി. ദാ പേപ്പറിലുണ്ട്. ഓൻ അവിടെ എത്തുന്നു പണ്ടേ നമുക്ക് അറിയണ കാര്യല്ലേ? തന്നെ നമ്മളെ കളി കണ്ടിട്ടില്ല ഓൻ പഠിച്ചത്. ഏത് നമ്മുടെ കിച്ചുവിന്റെ അച്ഛൻ കുഞ്ഞിരാമനെ നല്ലൊരു കളിക്കാരനായിരുന്നു. ശരിയാ. ഓ വരിയടാ, ഒരു ചായ കുടിക്കാം. പാലും പഞ്ചസാരയും കൂട്ടിട്ട് ഒരു അടിപൊളി ചായ ഇട്ടേ. അതെ, പാല് വേണം എത്രയും കൂട്ടിക്കും, പക്ഷെ പഞ്ചാര കൂട്ടണ്ട. പഞ്ചാരയുള്ള ആദ്യത്തെ പ്രശ്നം. അപ്പൊ പാലില്ലാത്ത ചായയാണോ ഉമ്മക്കൊക്കെ തരുന്നത്? ഞാനതൊരു ഓളത്തിന് പറഞ്ഞാണ്ടോ, നിജായ്മ പിടിച്ച് തൂങ്ങാൻ നിക്കണ്ട. ഇനിയിപ്പോ അത് പറഞ്ഞോളി. അല്ലടോ, നിങ്ങളൊരു കാര്യം അറിഞ്ഞില്ലേ? നമ്മളെ കിച്ചുവിന് സന്തോഷ് ട്രോഫി ടീമിൽ സെലക്ഷൻ ഉണ്ട്. അത് തന്നെ. അതെ, ഓയെ കോച്ചിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പേ പഞ്ചായത്തിന്റെയും ക്ലബിന്റെയും വക നമുക്കൊരു യാത്രയിൽ കൊടുക്കണ്ടേ? അതെന്തായാലും വേണം. കിച്ചുവിന്റെ പേരെ കളിച്ചു വളർന്നതാ ഞാന്. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. ചായക്ക് പൈസ അന്നത്തെ ചായ എന്റെ വക ഫ്രീ. ആയിക്കോട്ടെ. ഓന് കളിച്ച് വലിയ ആളാവണമെന്ന് പണ്ടേ ഓൻ വിചാരിച്ച. എമ്മാരി കളിയ മക്കളെ, നിങ്ങൾ കണ്ടിരുന്നത് പൊളിക്കും. എടോ, ഓൻ ഇവിടെ പഞ്ചായത്തിന്റെ മുത്താണ്ടോ. ഈ പരിപാടി നമുക്ക് ഗംഭീരാക്കണം പ്രസിഡന്റ്. ആക്കണടോ.
ടിപ്പു നമുക്ക് വാർഷികാഘോഷത്തിന്റെ കാര്യം ആലോചിക്കൊന്നും ഇരിക്കണ്ടേ? മീറ്റിങ്ങിന് ഞാനും വരാം. ആ നമുക്കൊന്ന് എന്താണെടോ പണിക്കൊന്നും പോവാതെ നീ എങ്ങോട്ട് വിവരില്ലേ നിനക്ക്? എനിക്ക് വിയർപ്പിന്റെ അസുഖമുള്ളതാ. എന്ത് കോലാടാ അത്? ദേ ഇരിക്കുന്നു പുയ്യാപ്പിള കോട്ടും സൂട്ടും ഇട്ടിട്ട്. പിന്നെ രണ്ട് പുയ്യാപ്പിളമാര്. അബിയേ വെള്ളമൊക്കെ കുറഞ്ഞോ പോയാലേ? എടാ മോനെ സൂക്ഷിച്ചൊക്കെ പോണേ. പോടാ കൊരങ്ങ. കിട്ടിയില്ലോ? കിട്ടിയില്ലേ? വല്ല കാര്യം കിച്ചോ എന്താടാ? മാറ് കിച്ചോ. എന്താടാ മനുഷ്യന്റെ ശ്രദ്ധ? പിന്നെ കിച്ചോ എന്താണ് മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കാൻ? ശരി അവിടെ ആയിരുന്നില്ലേ ശ്രദ്ധ? എടാ ഇത്രയും കാലായിട്ട് ഇനി ഓളെടുത്ത് പോയി ഒന്ന് സംസാരിച്ചിക്കോ? കഷ്ടം. ടിപ്പു ഇവന് സംസാരിക്ക. എടാ ഇവന് ഇവിടെ കാണുമ്പോ തന്നെ പേടിയാടാ. ഒരു കാമുകം വന്നിരിക്കുന്നു. അല്ല ഞാനിങ്ങനെ എന്റെ ചങ്ങായി എന്ത് പൊട്ടിക്കലായത്. എങ്ങനുണ്ട്? ഓ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയണ നേരത്തെ ഇവന് ഈ പൊട്ടിക്കണ അസുഖം പണ്ടേളതാ. എടാ നിന്റെ ആള് വന്നടാ, പോയി സംസാരിക്കടാ. എടാ ആദ്യം അവരൊന്നും ഇങ്ങോട്ട് എത്തട്ടെ. എടാ ഓളോട് സംസാരിക്കാൻ പറ്റിയ ബെസ്റ്റ് ചാൻസ് ഇതാട്ടോ. എടാ ഓളെ കണ്ടിട്ട് ആടെ പേടിച്ച് മൂത്രം നോക്കിയല്ലോ. എടാ ചെല്ലടാ, പോയി സംസാരിക്കടാ. ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്? എന്തായാലും പറയണം. ഇപ്പോ എപ്പോ? ഓടാ ഓടാ പോയി പറ. എന്റെ ഒരു ഒലക്കമ്മത്തെ പേടി. ഓടാ ഓടാ പോയി മിന്നു. ആ എന്താ കിച്ചു? എന്തോ പറയാനുണ്ടല്ലോ. അതൊക്കെ പറയാനുള്ള കാര്യം പറയാ. അവർക്കെന്തോ അല്ല എനിക്കെന്തോ പറയാനുണ്ട്. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആണോ? ആ വായും തന്നെ കേക്കട്ടെ, പറ. സന്തോഷ് ട്രോഫി കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അതെന്താടി നിനക്കൊരു സന്തോഷമില്ലാത്ത മിന്നു? എടാ പൊട്ട, ഞാൻ ഇത് ഓൾറെഡി പത്രത്തിൽ നിന്ന് വായിച്ചു. പത്രത്തിലൊക്കെ വായിച്ചോ? എന്നിട്ട് സന്തോഷായോ? എനിക്കെന്താ സന്തോഷം? പിന്നെ സന്തോഷം. എന്താ? ഞാൻ അന്ന് ബോള് തട്ടിക്കളിച്ചിട്ടല്ലേ കിച്ചു വലിയ കളിക്കാരനൊക്കെ ആയത്. അത് മറക്കരുത് കേട്ടോ. ഇല്ല, അത് ഞാൻ മറക്കില്ലല്ലോ മിന്നു. കിച്ചു വലിയ പെലയും മർഡോനെയൊക്കെ ആയി കഴിഞ്ഞാ നമ്മളെയൊക്കെ മൈൻഡൊക്കെ ചെയ്യണേ. ഞാൻ മറക്കില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. അതെ, വലിയ ആളായി പട്ടണത്തിൽ കളിക്കാൻ പോകുമ്പോഴേ അവിടെ കൊറേ പെമ്പിള്ളാരുണ്ടാവും. അവരെങ്ങാനും വായി നോക്കിയാ ഇല്ലില്ല, എങ്ങാനും വായി നോക്കിയാ ഞാൻ അറിഞ്ഞ കൊല്ലില്ല. അതിന് മിന്നുന്റെ അത്ര സൗന്ദര്യമുള്ള ആരും അവിടെ ഇല്ലല്ലോ. ഇപ്പൊ അതൊക്കെ പറയും. കിച്ചു ഡാൻസ്. എന്ത് ഡാൻസ്? ഞാൻ നടക്കൂലട്ടോ. കിച്ചു വാ. നീ ചെല്ല്. നീയും ഞാനും വാ, ഒന്നിച്ച് ഡാൻസ് കളിക്കാം. ഇത് നടന്നു തന്നെ, ഇത് കൊള്ളാവട്ടോ. നീ ചെല്ലേ. ഇവരൊക്കെ ഇത് പഠിച്ചിട്ടാണോ നോക്കുന്നത്? ചെറുതായിട്ടൊക്കെ. എന്റെ അടുത്ത കളി. നീ സ്റ്റെപ്പ് കണ്ടു മോളെ. എന്നാ പഠിച്ചോ.
മലരുളി പുതുനിറമേകി മരമായി പെയ്തു നാം കവിതകളാമിന്നുള്ളം മഞ്ചിമ തൂകയായി ഇതളറിയും ശലഭം പോൽ മകരന്തം തേടും ഹേമന്തം പൂച്ചോടും സരിഗരി സനിസ കല്ലാണ് കണ്ണിമട്ടിമാരെ കനവൂരം ചായാമോ കൊഞ്ചണതെന്തേ നീ മോഹിക്കണതെന്താണ് പ്രണയത്തിൻ ശ്രീരാഗം കാതൂരം ചൊല്ലാമോ മണിമുകിലെ കാർമുകിലെ നീ ഹാരം ചോടുകയോ പല നാളായി പതിവായുള്ളം തഞ്ചണതാരിവനോ നീ എൻ വിരിമാറിൽ ചേരും നിഴലായോ ചായും വയലോരം നെഞ്ചാകെ ഉന്മാദം കാണാ നദിയോരം മായാ മിഴിയോരം ചൊല്ലും സ്വകാര്യം ഇനി നീ സ്വന്തമായിടേണം മിന്നണതല്ലേ നീ വെള്ളാരം കല്ലാണ് കണ്ണിമട്ടിമാരെ കനവൂരം ചായാമോ കുഞ്ചളനെന്തേ നീ മോഹിക്കണമെന്താണ് പ്രണയത്തിൻ ശ്രീരാഗം കാതൂരം ചൊല്ലാമോ എടാ തക്കാളി മേടിച്ചിട്ട് വാടാ. പോവമ്മ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. എടാ കിച്ചു കിച്ചുട്ടാ, എന്താ അമ്മ? നീ അമ്മേനോടൊന്നും പറയുന്നില്ലെങ്കിലോ? എല്ലാം അറിയണ്ടട്ടാ ഞാൻ. അമ്മ എന്തറിഞ്ഞു നീ പറയണേ? അയ്യോ, അവൻ അറിഞ്ഞിട്ടില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ, ഈ നാട്ടുകാരും അയൽക്കൂട്ടത്തിലെ ആൾക്കാരൊക്കെ പലതും പറയും. അത് കേട്ട് അമ്മ എന്നെ സംശയിക്കരുത്. എടാ, ഓ, ആ മിന്നുട്ടി നീ തമ്മിൽ എന്തോ ലവാന്നോ എന്തോ പറയണ്ടല്ലോ. എന്താ ഒന്നും പറയാനില്ലേ? പെൺകുട്ടി ഞാനും തമ്മിൽ ലവ്ന്ന്. ലവ്വോ? അയ്യോ, അവൻ കേട്ടിട്ടില്ല. ലവ്ന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. അതിപ്പോ നാട്ടുകാർക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്ത? ഈ അയൽക്കൂട്ടത്തിലെ ആൾക്കാർ പറയണതൊന്നും അമ്മ അങ്ങനെ വിശ്വസിക്കണ്ട. അപ്പൊ ഒരു വെറുതെ പറയുന്ന വെറുതെ പറഞ്ഞു തന്നെ ആയിരിക്കും. ശരിക്കും അതിപ്പോ അങ്ങനെ എങ്ങനെ പറ്റിപ്പോയി. എടാ, കുഴപ്പമൊന്നുമില്ലടാ. നീ എന്തായാലും പിടിച്ചത് പുളിങ്കൊമ്പാണല്ലോ. ഞാൻ പുളിങ്കൊമ്പായതുകൊണ്ടൊന്നല്ല പിടിച്ചത്. ആൾക്കാർ വെറുതെ ഓരോ പിന്നെ വെറുതെ പറയാൻ ആൾക്കാർക്ക് വട്ടല്ലേ. എടാ, അവക്ക് എന്താടാ കുഴപ്പം? കാണാനും നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല മുടിയാണ്. അപ്പൊ നീ നോക്കിയിട്ടുണ്ട്? അത് പിന്നെ എടാ, ഞാനവളെ മരുമോളായിട്ടല്ല എന്റെ മോളായിട്ട് കണ്ടുപോയി. അമ്മ കണ്ടു അമ്മ? ആണോ? ശരിക്കും? ശരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ട് ഉണ്ടോന്ന് ചോദിച്ചാ അയ്യടാ, അവന്റെ ഒരു പുന്നാരം. പോയി തക്കാളി മേടിച്ചിട്ട് പാടാ. അതെ, ഈ അയൽക്കൂട്ടത്തിലെ ആൾക്കാർ എന്നെ അവളും പറ്റിട്ട് എന്തൊക്കെ പറഞ്ഞു? അയ്യോ, പറഞ്ഞു തരട്ടെ മോനെ, പറഞ്ഞു പറയട്ടെ. കൂടെ ചെന്ന് തക്കാളി മേടിക്കടാ. അവന്റെ ഒരു കൊഞ്ചല്. തക്കാളി വാങ്ങിക്കൊണ്ടെന്നാ പറയോ? പറയില്ല? ഇപ്പൊ തന്നെ പറയട്ടെ? വേണ്ട. പറയട്ടെ? വേണ്ടെന്നേ. എന്നാ പോടാ. പോട്ടെ, പോയിട്ട് വരാം. അമ്മരൊരു കാര്യം. വയസ്സായ തന്തേ നിൻ ചുണ്ടിലെന്തേ. ഒന്ന് നോക്കി നടക്കോ? നടക്കങ്ങട്. മിന്നും ടീമുതാ വരുന്ന. ഈ ടിപ്പില്ലടാ കൂടെ. നീ മുന്നിൽ നടന്നടാ. നടക്കങ്ങട്. നടന്നല്ലേ പറ്റൂ. നടക്കങ്ങട്. പുറയിലുണ്ടല്ലേ?
അവന്റെ പുറകിലൊരു 10 ആളുണ്ടെന്ന് കൂട്ടിക്കോ. നടക്കാൻ കണ്ടു തല്ലാണെ തല്ല് അല്ല പിന്നെ. ഹായ് മുണ്ടയിച്ചിടോ. നീയും വേണേ മുണ്ട. ഇനി അങ്ങോട്ട് നടന്നുറോ. മുണ്ടയിക്ക് തലേ കെട്ട് എന്ത് വേണേം ചെയ്യാ. എന്താ കളിയൊന്നുമില്ലേ? പടാ പ്രിയമുള്ളവരെ, സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടിയ നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണി കിച്ചു എന്ന കൃഷ്ണകുമാറിന് ജന്മനാട് സ്നേഹാദരം ഒരുക്കുകയാണ്. അതിലേക്ക് ഏവരെയും ഞങ്ങൾ സാർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആ കുഞ്ഞിരാമ, എന്താ എന്റെ സാവിത്രിന്റെ വർത്താനം? സാവിത്രിക്ക് കുഴപ്പമൊന്നുമില്ല. കൊഴപ്പില്ലല്ലേ? നാളെ കുടുംബത്തിലൊരു കല്യാണം അതിന് പോണം. ആ പിന്നെ കല്യാണം എടുത്തേ മോനെ സന്തോഷ് ട്രോഫിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, നല്ല കാര്യല്ലേ? ഇത് എല്ലാവർക്കും കിട്ടണ ഭാഗ്യല്ല. ഫുട്ബോൾ കളിക്കാൻ പോണം. പറഞ്ഞേക്കണം, ഓനെ ഉഷാറാക്കണം. കുഞ്ഞിരാമ, കിച്ചുവിന് സന്തോഷ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടിയെന്ന് കേട്ട്. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി. നല്ല കാര്യല്ലേ അത്? അതെ, എനിക്ക് സാധിക്കാതെ പോയതൊക്കെ കിച്ചുവിലൂടെ സാധിക്കണം. ഇപ്പൊ അങ്ങനെയാണോ ജീവിതം? നമുക്ക് പറ്റാത്ത കാര്യം നമ്മുടെ മക്കളാ ചെയ്ത, അപ്പൊ നമുക്ക് സന്തോഷിക്കണ്ടേ? അതെ, ഒരു ബൂട്ട് വാങ്ങിക്കണം. വാങ്ങിക്കണോ? ചെങ്ങന്മാർക്കൊക്കെ ഉണ്ട്, അവന് മാത്രമേ ഇല്ലാത്തുള്ളൂ. അത് വാങ്ങിച്ചു കൊടുക്കണോ? നമുക്ക് എന്തെന്ന് വെച്ചാ ചെയ്യാന്ന്. നമ്മുടെ നാടിന്റെ മുത്താണ്, സന്തോഷാണ് അല്ലേ? നിങ്ങളെല്ലാ സഹായത്തിനും നമ്മളുണ്ട് കൂടെ. നീ കുറച്ച് ഗ്രൗട്ടും കേട്. നാടിന്റെ പൊന്നോമന പുത്രൻ കൃഷ്ണകുമാറിന് അവിടെ നിൽക്ക്. ഇജനല്ലോടത്തൊന്നും പറയല്ലേ? ആരാ ഗുരു? ഗുരു ഞാൻ എത്ര കാലം എന്റെ കൂടെ ഇതിന്റെ ശിഷ്യനാണ്. ഞാനാണ് എന്റെ ഗുരു. ഇവിടുന്ന് തരാൻ പറഞ്ഞല്ലോ. കേരള സന്തോഷ് ട്രോഫി നാടിന്റെ പൊന്നോമന പുത്രൻ കൃഷ്ണകുമാറിന് ജന്മനാടിന്റെ സ്നേഹാദരം യാത്രയെ പ്രതിഫലനം ആരംഭിക്കുകയായി. തുടങ്ങട്ടെ. എന്റെ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിരാമേട്ടന്റെ മകനിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. നമുക്കൊക്കെ അറിയാം, ജോപ്പോൾ അഞ്ചേരിയും IM വിജയനും ഷറഫലിയുമെല്ലാം സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടിയ കഥ നമുക്കൊക്കെ അറിയാം. ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടി. എന്നാൽ അതിനൊന്നും നിരാശരായി ഇത് നമ്മുടെ പരിപാടിയല്ല, നമ്മുടെ കിച്ചുവിന്റെ യാത്രയപ്പ് സമ്മേളനല്ലടാ. എന്നാ അടങ്ങി റെഡിയാക്കാം. കമ്മിറ്റിക്കാരോട് പറഞ്ഞ 100 രൂപ അധികം കൃഷ്ണകുമാർ എന്ന നമ്മുടെ ഓമന കിച്ചു. ഇത് നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കിച്ചുവിനെ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് അന്നേ തോന്നിയിരുന്നു അവൻ വലിയൊരു താരമാവുമെന്ന്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ആയിരുന്നു അവന്റെ അച്ഛൻ കുഞ്ഞിരാമേട്ടൻ. അദ്ദേഹത്തിന് സാധിക്കാതെ പോയത് അദ്ദേഹത്തിന്റെ മകനിലൂടെ ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കിച്ചുവിലൂടെ സന്തോഷ് ട്രോഫി ഈ പ്രാവശ്യം കേരളം നേടിയിരിക്കും. ഈ അസുലഭ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും
എന്റെയും പഞ്ചായത്തിന്റെയും ജവഹർ ക്ലബിന്റെയും സർവാത്മകമായ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യും. ഹാരാർപ്പണം. അടുത്തതായി ഹാരാർപ്പണം. എനിക്കവിടെ വളരെ ഭയഭക്തി ബഹുമാനമുള്ള കുട്ടിയാണ് കിച്ചു. ഈ വിനയം അവനെ ഉന്നതങ്ങളിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ഈ പഞ്ചായത്തിന്റെയും ജവഹർ ക്ലബിന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ നിങ്ങളുടെ പേരിൽ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. രണ്ട് 6 എടാ കിച്ചുട്ടാ, ഓ ഈ വേണ്ടാത്ത പണിയെടുക്കാൻ നിൽക്കണ്ടേട്ടാ. അത് മൂർച്ചയുള്ള കത്തിയാണേ, മുറിയും. എനിക്കറിയാം, ഇത് ഞാനിപ്പോ റെഡിയാക്കി തരാം. എടാ ഓ നേരം വെളുക്കുമ്പോ മുതൽ ആ പന്തിന്റെ ഒയ്യാലെ പായാനല്ല, നിനക്ക് എന്തെങ്കിലും ഒന്ന് അറിയോ? പോയിട്ട് വേറെ വല്ല പണിയും ചെയ്യടാ. ഒന്ന് ശരിയാക്കി തന്നിട്ടുള്ള കാര്യം കണ്ടോ? എന്ത് കണ്ട? അരിയണത്. എന്തരിയണത്? പയറ്. ഇപ്പൊ മുറിയോ കയ്യ്? കൈ മുറിയില്ല, പയർ മുറി. കേട്ടാ? കാണാം കാണാം. അതെ പിന്നെ എന്താണ് ഈ സ്നേഹം കൊണ്ട് മുറിച്ചേരനാണ്. അമ്മയ്ക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. വേണ്ടെങ്കിൽ വേണ്ട. സത്യം സത്യം. എന്നാലേ ആ തേങ്ങ ചിരണ്ടിട്ടേ അത് അരച്ചോണ്ട് വാ. അല്ല, തേങ്ങ അത്ര ഉള്ള സ്നേഹം ഇല്ല അമ്മേ. ചെറിയ ചെറിയ പയറുകൾ അത്ര സ്നേഹമുള്ളൂ. മനസ്സിലാവുന്നുണ്ട്. പണിയെടുക്കാൻ പറ്റില്ല അല്ലേ? കിച്ചോ കിച്ചോ എന്തോ അച്ഛൻ വന്നിട്ടുണ്ടാ. അതെ, അച്ഛൻ വന്ന എനിക്കറിയാം. ജനിച്ചപ്പോട്ട് കേൾക്കണതല്ലേ സൗണ്ട്. എവിടെ? ഇതാ വരുന്നു. അപ്പൊ ഇത് പ്രാക്ടീസിനൊന്നും പോയില്ലേ? ഇല്ല, ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു. നന്നായി ഇവിടെ ഉണ്ടായത്. ഡേ നോക്കിയേ, തുറന്നു നോക്കിയേ. എന്താ എന്താ അത്? നോക്ക്. അവിടെ ഇരുന്ന് നോക്കടാ. എന്താന്ന് പറ. നീ അവിടെ ഇരുന്നൊന്ന് നോക്ക്. എന്താ എന്താടാ അത്? ബൂട്ടമ്മ. ആഹാ, കോളടിച്ചല്ലോ. ഇട്ടോക്കടാ. അച്ഛൻ്റെ കുട്ടിയുടെ ആഗ്രഹമായിരുന്നല്ലോ അത്. അതേ അവിടെ ഇരുന്ന് അതൊന്നും ഇട്ടു നോക്കി. എന്നാലും ഈ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് എന്തിനാ അച്ഛൻ പിന്നെ? അതൊന്നും നീ അറിയണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ഇട്ടേ. ഇത് ക്യാമ്പിൽ കിട്ടുമായിരുന്നു. ആ ക്യാമ്പിൽ കിട്ടിക്കോട്ടെ. അതിനു മുമ്പേ ഇതിട്ടിട്ട് പ്രാക്ടീസ് ചെയ്യണം. നീ ഒന്ന് ഇട്ടോക്കടാ. പാകാണോ നോക്കടാ. എന്നാ ഞാൻ ഇട്ടോളൂ. ഞാൻ കിട്ടച്ച. ഇത് നിനക്ക് പാകാണല്ലോടാ. കറക്റ്റ് അമ്മ. ഇതൊക്കെ ക്യാമ്പിൽ കിട്ടുമായിരുന്നു അച്ഛാ. ക്യാമ്പിലൊക്കെ കിട്ടട്ടെ. അതിനു മുമ്പേ നീ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട്. അടിപൊളി. നന്നായിണ്ടല്ലടാ. ശരിക്കും നന്നായിട്ടുണ്ട്. ഇഷ്ടായില്ലേ? സന്തോഷായി. ഇഷ്ടായോന്നാ? എങ്ങനെയുണ്ടമ്മ? ചെക്കൻ്റെ ഒരു പത്രാസ് കണ്ടില്ലേ? ഞാനൊന്ന് ഇപ്പൊ ഒന്ന് കളിച്ചിട്ട് വരാം. അച്ഛല് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് വരാം. ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ഇത് മതി. അമ്മ പോയിട്ട് വരെ. കൊറേ പൈസയായോ?
അതൊന്നും നീ നോക്കണ്ട. അവൻ്റെ ഒരു സന്തോഷം കണ്ട. കുഞ്ഞിരാമേട്ടാ കൊറേ പൈസയായോ? അതൊന്നും നീ നോക്കണ്ട. അവൻ്റെ സന്തോഷം കണ്ട. അവനെ നാട്ടുമ്പുറത്തെ കളിക്കല്ലേ പോണേ, സന്തോഷ് ട്രോഫിക്കാ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ വകയായിട്ട് കൊടുക്കണ്ടേ, അതാ. നിങ്ങളടുത്ത് പൈസ ഉണ്ടായിനോ? കുറച്ചൊക്കെ ഉണ്ടായി, കുറച്ചൊക്കെ കടം വാങ്ങി. അതൊക്കെ എപ്പോഴാ കൊടുത്തത്? അതൊക്കെ കൊടുക്കാം. പണി വരും, പണിയെടുത്ത് ഞാൻ കൊടുത്തോളൂ. ആണും പെണ്ണുമായിട്ട് നമുക്ക് ഒന്നല്ലേ ഉള്ളൂ. ഈ വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള ടീമിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ കളിക്കാരനെയും സംബന്ധിച്ച് അവൻ്റെ സ്റ്റാമിന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകളാണ് 3 കോടി ജനങ്ങളാണ് നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് എല്ലാ കളിക്കാരിലും ഉണ്ടാവണം. സ്റ്റാമിന എന്ന് പറയുന്നതിൽ യാതൊരു കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല. ഈ വർഷം നമ്മൾ സന്തോഷ് ട്രോഫി നേടിയിരിക്കും. സെറ്റല്ലേ? മുന്നോട്ട്. എന്താ പറ്റിയേ? കൃഷ്ണകുമാർ, എണീക്കാൻ നോക്ക്. എന്താ പറ്റിയത്? എന്താ കമോൺ, എന്താ പറ്റിയത്? അതിൽ പറ. കമോൺ മാൻ, റെഡിയാവും. നീ ഒന്ന് എണീക്ക്. ഒന്ന് എണീക്കടാ. Are you okay? Kichu. Stretcher, come on. വൈദ്യരെ, ആ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് എടുത്തു. ആയിക്കോട്ടെ. വൈദ്യരില്ലേ? വൈദ്യരകത്തുണ്ട്. ഇരിക്കടോ, ഇരിക്കൂ. എന്തു പറ്റിയടോ? നട്ടലിനൊക്കെ വല്ലാത്ത വേദന. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മരുന്ന് എത്ര കഴിച്ചിട്ട് അപ്പോ നമുക്കൊന്ന് മാറ്റി പിടിക്കാം, വിഷമിക്കണ്ട കേട്ടോ. വൈദ്യരറിഞ്ഞോ? എന്ത്? നമ്മളെ കുഞ്ഞിരാമേട്ടൻ്റെ മോൻ ഓൻ വീണ് കാല് പൊട്ടി. ഓനെ ക്യാമ്പിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടു. കഷ്ടമായി പോയില്ലടോ. യാത്രയായി പിന്നെ ഞാനും ഉണ്ടായിരുന്നല്ലോ. ഓരോ വിധിയെ. ഇതാ നമ്മുടെ പയ്യനകത്തുണ്ട്, അവൻ്റെ കൊടുത്താൽ മതി. അതുകൊണ്ട് ശരിയാവൂലേ? ശരിയാവും. ചെല്ല്, ധൈര്യമായിട്ട് പോയിട്ട്. നിങ്ങള് ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ ഓരോ ആലോചനയിൽ ഇങ്ങനെ വരികയാനും കുഞ്ഞുമോനെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതിന്റെ കാര്യം എന്തെങ്കിലും തീരുമാനാക്കി തരുമോ? എന്ത് കാര്യോ? എന്ത് കാര്യന്നോ? നിങ്ങൾക്കറിയോ ഈ പഞ്ചായത്തിലെ ഏറ്റവും സുന്ദരനായ ചെക്കനാ ഞാൻ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ പഞ്ചായത്തിലെ ഏറ്റവും സുന്ദരനായ ചെക്കനാ.
എനിക്ക് ഈ പെണ്ണ് കെട്ടിയില്ലായിരുന്നെ നാട്ടുകാരൊക്കെ ഷോക്കായി നിൽക്കുക. ഒരു കാര്യം അറിയോ, അത് നിങ്ങൾക്ക് നാണക്കേടാ. ഷോക്കായിട്ട് അതിന്റെ അവിടെ കണ്ണാടി ഒന്നുമില്ല മോനെ. പഞ്ചായത്തിൽ ആരാധാൻ നിങ്ങൾ എന്തെന്നത് സമ്മതിക്കൂലോ. കിളിച്ചുണ്ട മാങ്ങ പോലെ തന്റെ വീടും വെച്ചു ഒരു പെണ്ണിനെ നാട്ടിൽ കിട്ടൂല. ഇതിലും വലിയ സുന്ദരമാർ കിട്ടുന്നില്ല. പിന്നെ ആൾക്ക് നിങ്ങൾ തമാശ കളിക്കില്ല, ഒന്ന് സീരിയസ് ആയി. നിങ്ങൾക്കറിയോ ഈ പഞ്ചായത്തിലെ എല്ലാ വീടും ഞാൻ പെണ്ണ് കണ്ടിറങ്ങി. ഇനി നിങ്ങളെ വീട് മാത്രമേ ഞാൻ കേറാത്ത. എന്റെ വീട് ഞാൻ ചത്തിക്കില്ലെങ്കിൽ എനിക്കൊരു പെണ്ണിനാ ശരി. ആണോ? ജീവിതത്തിന്റെ പകുതി ഭാഗം മരുഭൂമിയില. ഇനിയിപ്പോ എത്ര നാളാന്ന് വെച്ചിട്ടാ? മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാനത് നിർത്താൻ പോവാ. നിർത്താണോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്ന മുണ്ടൊക്കെ പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിനക്കൊണ്ട് നിങ്ങളാ പുസ്തകം അടിക്കി. പുസ്തകത്തിൽ പറയണ്ടാവല്ലോ. ഞാൻ ചവിട്ടി പിടിച്ചൊരു പെണ്ണ്. അതെന്താ ചവിട്ടി പിടിച്ചോ? ചവിട്ടി പിടി ആയി ശരി. അത് ഞാള് ബ്രോക്കർമാർക്കുള്ള ഒരു പരിപാടിയാണ്. ഈ പെണ്ണിനെ കാണാൻ ചെക്കൻ വരും. ചെക്കൻ വന്ന് പെണ്ണിന് ചെക്കനെ ഇഷ്ടപ്പെട്ടാല് ചെക്കന്റെ പുറേ പോയി പറയും പെണ്ണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിക്കില്ലാന്ന്. ചെക്കൻ വരുമ്പോ നമുക്ക് 1000 റുപ്യ കിട്ടും. അങ്ങനെ എന്റെ പുറയിലെ കരിയും സാധനം വേണ്ടേ, അല്ലാണ്ട് ഇന്ന പോലത്തെ സാധനം കൊണ്ട് അറിഞ്ഞിട്ടെന്താ. നിങ്ങളെ ജീവിതം സെറ്റാക്കുന്ന കാര്യമല്ല പറയുന്നേ, എന്റെ ജീവിതം സെറ്റാക്കി തരുന്നേ. നിങ്ങൾ ആ ബുക്കിൽ 2 പെൺകുട്ടി എനിക്ക് സെറ്റാക്കി തരി. നമ്മുടെ നാട്ടിനൊന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല എപ്പോഴല്ലേ? പറഞ്ഞ് നാക്കെടുത്തില്ല അപ്പോഴേക്കും വീണു. നമ്മുടെ നാടൊന്നും ഒരിക്കലും വികസിക്കില്ല. ഒക്കെ പഴയ പോലെ തന്നെ. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡും ചോർന്നൊലിക്കുന്ന സ്കൂളും. എടോ, വികസനങ്ങൾ കാണണമെങ്കിലേ അങ്ങ് ദുബായിൽ വന്ന് കാണണം. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കല്ലേ വികസനങ്ങൾ വരുന്നത്. അതാണ് വികസനം. അല്ലാതെ എങ്ങനെ ഈ വികസനം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അല്ലടോ, നിങ്ങളെ പാർട്ടിയല്ലേ ഇപ്പം ഭരിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് നേരെയാക്കാൻ നോക്കടോ. തമ്പിച്ചേട്ടാ, സംഭവം ഒക്കെ ശരിയാ. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ഇല്ലേ, പുള്ളിയുടെ പോക്കറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലണം. അല്ലാണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല. ഓ, അപ്പൊ പോക്കറ്റാണ് പ്രശ്നം. അത് തന്നെ. പോക്കറ്റ് കണ്ടുപിടിച്ചവരോട് പറയാല്ലേ. എനിക്കിതാ ഞാൻ ചവിട്ടി പിടിച്ച പെണ്ണിനെ കണ്ടോഞ്ഞി. എന്നെക്കാട്ടും 32 വയസ്സാ. എന്നെക്കാട്ടും 2 വയസ്സ് കൂടുതലായി. 2 അല്ല 28 ആയിട്ടുള്ളൂ. 28 ആയില്ലേ? പിന്നെന്താ തമ്പി സാറല്ലേ വരുന്നേ? ഗൾഫിൽ നിന്ന് എത്തിയില്ലേ? അല്ല തമ്പി സാർ ഒരു മോളില്ലേ? അതൊന്നും എനിക്ക് സെറ്റായി തരുമോ? എനിക്കോ? എനിക്ക് അടുത്ത ആലയിലെ ചാണം കോരിയാണല്ലോ യോഗ്യത ഉണ്ടോ പറയിപ്പിക്കണ്ട. നിങ്ങളും സംസാരിച്ചു നോക്കി. എന്നെ കണ്ട അത്ര ലുക്കല്ലേ? പെൺകുട്ടിയെ കണ്ട സാറ് വന്ന് നിങ്ങളെ കാര്യം ചോദിച്ചാൽ സെറ്റായി തരിക വേഗം. നമ്മുടെ വേലാതിനല്ലേ വരുന്നത്. തമ്പി സാർ വന്നവരൊക്കെ എത്തിയുള്ളൂ. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ പോകുന്ന ഒപ്പിക്കാം. തമ്പി സാറേ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നുണ്ടോ? എന്ത്? ഗൾഫിലെ സെന്റ്. എനിക്ക് സെന്റ് അല്ല, ഒരു 1.5 ഏക്കർ എങ്ങനെ തരാം. മിണ്ടലാണ് കാര്യമായിട്ട് ഒരു കാര്യം പറയും. അല്ല, ഇപ്രാവശ്യം വന്ന് നമ്മള് മോളെ കല്യാണമൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ? വേണം. കയ്യിലുണ്ട് നല്ലൊരു ചെക്കനാ. വേലായുധം കൊണ്ടു തരും. ഏതാ എല്ലാം നിലയ്ക്കും വിലയ്ക്കും പറ്റിയ. നിലയ്ക്കും വിലയ്ക്കും പറ്റിയ തന്നെ വേണം. നോക്ക്, നിന്റെ സെന്റ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ രാവിലെ അങ്ങോട്ട് വരട്ടെ. നാളെ തന്നെ വരാം. ഈ പ്രവാസികൾ വല്ലപ്പോഴും നാട്ടിൽ അവരെ ചെങ്ങായിമാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അല്ലേ ഇപ്പൊ വരാട്ടാ. ഓ, ഒരു വൈദ്യരെ വൈദ്യര് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഞാൻ അറിഞ്ഞോളൂ, എല്ലാം ഞാൻ അറിഞ്ഞു. കഴിച്ചോണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് പറ്റിയതാ. ഞാൻ അറിഞ്ഞു, എല്ലാം ഞാൻ അറിഞ്ഞു. അടുത്തവണെങ്കിലും സന്തോഷ് ട്രോഫിയിൽ കളിക്കണം. എങ്ങനെങ്കിലും പെട്ടെന്നൊന്ന് ശരിയാക്കണം. കളിക്കാൻ പോണ്ടാണേ. നമുക്ക് ശരിയാക്കാടോ. ചെറിയ ചതവുണ്ടല്ലോ. ഉണ്ടോ? ഇവിടെ വേദനയുണ്ടോ? വേദന ഉണ്ട്. താൻ ബേജാറാവുണ്ടോ? നമുക്ക് ശരിയാക്കാന്നേ. അത് മതി. കിച്ചുവേ, ഒന്ന് കെട്ടാൻ നമുക്ക്. ഒരാഴ്ച കെട്ടി വെച്ചാൽ എല്ലാം ശരിയാവും. ഇതൊന്ന് പൊക്കിയേ. ഇവിടെയല്ലേ വേദന? ചൂടുണ്ടോ? ചേർത്ത്
ഓന് കളിച്ചപ്പോ എന്തോ ചെറുതായിട്ട് പറ്റിയതാ. കുഴപ്പമൊന്നുമില്ല, വൈദ്യരെ കാണിച്ചിട്ടുണ്ട്. നല്ല വേനുണ്ടെന്നാ പറഞ്ഞേ. നോക്കി നോക്കാം, കാണിച്ചു വന്നിട്ടല്ലേ ഉള്ളൂ. അമ്മേ മോനെ കിച്ചോ. ആ നിങ്ങളാ വാടാ. എന്തല്ലടാ? എന്തൊക്കെയുണ്ട്? കാലുവേന കുറവുണ്ടാ? എൻ്റെ കേരള ടീമിൽ കളിക്കാനുള്ള സ്വപ്നം അത് പോയിട്ടിപ്പോ. കിച്ചു ഇന്ന് സമാധാനപ്പെട്. ഈ സന്തോഷ് ട്രോഫി എന്താ ഈ കൊല്ലാട് കയ്യ? പിന്നല്ലാതെ അടുത്ത കൊല്ലം കളിച്ചുകൂടെ നമുക്ക്? അത്രേ ഉള്ളൂ. പിന്നെന്താ? കളിക്കണം. പിന്നെ അല്ല, അത്രേ ഉള്ളൂ. ബേജാറാവല്ലേ? ആ അമ്മ അതേ പറയുന്ന. പിന്നെന്താ, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളെ ക്ലബിന്റെ പരിപാടി എനിക്കറിയാലോ, ചെറിയ പരിപാടിയൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പരിപാടിന്റെ അപ്പൊ അതിന്റെ പിരിവും കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നടക്കട്ടെ കിടക്കിട്ടോ കേട്ടാ. പിള്ളേരെടുത്ത് പറഞ്ഞേ, കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. പറയണോ? ആ ഞങ്ങള് പറഞ്ഞോളാം. പറഞ്ഞേ. ആ മിന്നോ അമ്മ സുഖല്ലേ അമ്മയ്ക്ക്? സുഖം മോളെ. മോക്ക് സുഖല്ലേ? ആ സുഖായിരിക്കുന്നു അമ്മ. കിച്ചു എവിടെ? കിച്ചു അകത്തുണ്ട്. കാലിന് നല്ല പരിക്കുണ്ടോ അമ്മ? അതൊരു കുഞ്ഞി പരിക്കാ. ആ ക്യാമ്പിൽ വെച്ചിട്ടേ പെട്ടെന്ന് മാറും. നല്ല ഡോക്ടറിനെ കാണിക്കണേ. നല്ല വൈദ്യരിയാ മോളെ കാണിക്കുന്നത്. ഓനും കുഞ്ഞിരാമേട്ടനും കൂടി ഇപ്പൊ പോയി കാണിച്ചു വന്നിട്ടേ ഉള്ളൂ. ഒരു 2 ആഴ്ച മതി എന്നാ പറഞ്ഞേ. അപ്പോഴേക്ക് ശരിയാവത്രേ. വാ ശരി മോള് വാ. ഇതാണ് കിച്ചുട്ടിന്റെ മുറി. നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കട്ടെ, ഞാൻ ചായ എടുത്തിട്ട് വരെ. കിച്ചു ഹാ മിന്നു, രണ്ടുപേരും കൂടി ക്ലാസ് കട്ട് ചെയ്ത് നടക്കാല്ലേ? കിച്ചു നടക്കട്ടെ. അമ്മ അവർക്ക് ചായ എടുത്തേ. ഒന്ന് പോടാ. അതൊക്കെ അമ്മേനെ ഞങ്ങൾ കണ്ടു. അമ്മ ചായ എടുത്തിട്ട് ഇപ്പം വരും. ഇതെന്താണിത്? ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ഞാൻ കാണാൻ വന്നില്ലേ, അപ്പൊ തന്നെ എന്റെ പകുതി വേദന മാറും. ഞാനൊന്ന് ഇറങ്ങട്ടെ, വീട്ടുകാരൊക്കെ അവിടെ നോക്കിയിരിക്കുക. ആണോ? ഇനി വരും ശരിക്കും? ഞങ്ങൾ വന്നപ്പോ സന്തോഷായോ? സന്തോഷമായി. എന്നാ ശരി, പോയിട്ട് വരട്ടെ. ഓക്കെ ശരി അച്ചു. വാസൂട്ടനോ? അവനകത്ത് കിടക്കുന്നുണ്ട്. കേറി കണ്ടോ? വാസുവേട്ടനാ? എന്താ വാസുവേട്ടാ? കുഴപ്പമൊന്നുമില്ല വാസുവേട്ടാ. അവിടെ ഒന്നുമില്ല, മൊത്തം കാലുമേ. ടെൻഷൻ അടിക്കണ്ട, ഒരു കുഴപ്പമില്ല വാസുവേട്ടാ. കുഴപ്പമില്ല. ഇല്ല വാസുവേട്ടാ, ഒരു കുഴപ്പമില്ല. സുഖായിരിക്കണ ചേച്ചിക്കോ? അമ്മേ, വാസേട്ടന് ചായ കുടിച്ചിട്ട് പോ. അമ്മ ചായ കൊടുത്ത വാസേട്ടന്. ഓക്കെ. ചായ കുടിച്ചിട്ട് പോടാ. ഇത് അതല്ല കണക്കൊക്കെ പറ്റിയ പെണ്ണിതാടോ. മറ്റേ നമ്മൾ പോയി കണ്ടേക്ക, അത് മതി. എനിക്കെന്തോലക്കല്ലേ കളിയാടാ കളിക്കുന്നത്? അതല്ല, ഇത് മതി. നിന്നെ കൊണ്ട് 10-15 കൊല്ലം ഇന്ന് ആട് തീർത്ത് തെണ്ടി നടക്കുന്നു. ആദ്യം ഒരു കോലത്തിൽ നടക്കണോ, അതിന്റെ താടിയൊക്കെ ഒന്ന് വെട്ടി ആ നനഞ്ഞ പൂവൻ കോഴിന്റെ വാല് പോലെയുള്ള മുറിച്ചടാ. മനുഷ്യനായിട്ട് നടക്ക്. മമ്മൂക്കനെ പോലെ സൗന്ദര്യമുള്ള എന്നെ കുട്ടികൾ ഇഷ്ടപ്പെടാത്ത ഞാൻ എന്ത് ചെയ്യാനാ? നീ മമ്മൂക്കനെ കണ്ടിനോ? മമ്മൂക്ക ഞാനും ബെടാ ദോസ്താണ്. അടുത്ത മോൻ താ വരുന്ന. ഒരു മിനിറ്റ്. എന്ത് കോല മോനെ, ഇതിപ്പോ ഫാഷനാ ഇൻസൈഡ്. പിന്നെ നിങ്ങൾ അച്ഛനെ കണ്ടിനോ? ഞാൻ അച്ഛനെ കണ്ടിക്ക്.
പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം ആടെ പോയില്ലായിരുന്നോ നമ്മളെ റൈസർ ഓഫീസിന്റെ ഒക്കെ അടുത്തായിട്ട് ഒരു പെണ്ണിനെ കാണാൻ. രജിസ്റ്റർ ഓഫീസ് അല്ല, വില്ലേജ് ഓഫീസ്. ആ വില്ലേജ് ഓഫീസിലെ ആ കുട്ടീനെ എനിക്ക് ഇഷ്ടായിക്ക്. ഇഷ്ടായില്ലേ? ഓളെ സംസാരത്തിന് ഇഷ്ടായില്ലേ? ഇഷ്ടായി. ഇതാരാ എന്നോട് പറഞ്ഞേക്ക്. ഓ ഇതാരാ? ഏത് ഓഫീസിനാ പറഞ്ഞേ? റൈസർ ഓഫീസ് എന്നല്ലോ പറഞ്ഞേ. വില്ലേജ് ഓഫീസാണോ? വില്ലേജ് ഓഫീസ് രേഖ. രേഖ ഇവിടെ പപ്പേട്ടന മോളല്ലേ? ആ രേഖ. രേഖ രേഖന്റെ അമ്മാവനാ? അമ്മാവനോ? രേഖ എനിക്ക് രേഖയാക്കി തരാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് 5000 ഉറുപ്പിക വാങ്ങി പഹനത്. രേഖനെ രേഖാക്കി തരാം. എന്താ വില ഏട്ടാ? എന്റെ ഈശ്വര, ഇതെന്തൊരു വള്ളിക്കെട്ടായിട്ടാള്. നിങ്ങളെ പേര് വള്ളിക്കെട്ടുന്നാ? കിച്ചുട്ടാ മരുന്ന് കുടിച്ചിരുന്നോടാ? ഞാൻ കഴിച്ചു അമ്മ. അമ്മ ചൂട് പിടിക്കാട്ടോ. നല്ല ചൂടുണ്ട് അമ്മ. ഇല്ലടാ, ഇതധികം ചൂടൊന്നുമില്ല. ചൂട് കുറക്കി. ചൂട് കുറയ്ക്കമ്മ. ഇല്ലടാ, ചൂടില്ല, കുറവാണ്. അമ്മ ഇത് എത്രയെന്ന് വെച്ചിട്ടാ? കുറേ ആയില്ലേ? കുറേന്ന് വെച്ചിട്ട് എന്തോരെന്ന് വെച്ചിട്ടാ ചൂട് പിടിക്കണ മരുന്ന് കഴിക്കണേ? ഒരു കുറവുമില്ല അമ്മ. എടാ, ഒരു 3-4 ദിവസം കഴിയട്ടെ. ഇയൊന്ന് ബേജാറാവാണ്ടിരിക്കേ. കുറച്ചു ദിവസം ഒന്ന് അനങ്ങാണ്ട കിടക്കുന്നുണ്ട് കിച്ചോ. ഇതുവരെ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. അമ്മയ്ക്ക് അറിയാണ്ടാണ് ഈ മുറിയിൽ കിടന്നിട്ടുണ്ടല്ലോ. ശ്വാസം മുട്ടാണ് എനിക്ക്. മതിയായി എനിക്ക്. പിന്നെ 4 ദിവസം കിടക്കുമ്പോഴേക്കല്ലോ അവൻ്റെ ഒരു ശ്വാസം മുട്ട്. ഒന്ന് പോ ചെക്ക. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. എന്താ അമ്മയും മോനോടെ ഒരു വർത്താനം? ഒരാഴ്ച വീട്ടിൽ കിടന്നപ്പോഴേക്കും അവന് ശ്വാസം മുട്ടല്. ആഹാ, ഇങ്ങോട്ട് മാറിക്കേ. കിച്ചുവോ? ഓ, കളിക്കാരാകുമ്പം പരിക്കൊക്കെ സാധാരണ. ഇതേ ഒരു 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 റെസ്റ്റായിട്ട് കണ്ടാൽ മതി. ഇതിപ്പോ പെട്ടെന്ന് ശരിയാവും. ഇപ്പൊ തന്നെ നല്ല മാറ്റം ഉണ്ടല്ലോ അല്ലേ? ആ, നല്ല മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞു അവനോട്. പിന്നെ നല്ല മാറ്റം. അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണം അമ്മ. അല്ലടാ. എന്ത് ഇത് നോക്ക് അച്ഛാ, കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ കരിവാളിച്ച് കെടുക്കാണ് എന്റെ കാലുമല്ല. അതെ, മരുന്നിന്റെ റിയാക്ഷൻ ആയിരിക്കും. നമ്മളെ അടുത്ത ദിവസം അഗളിയില് ഒരാളെ പോയി കണ്ട് അയാള് മിടുക്കനാ പറയണേ. എന്നാ പിന്നെ അതാ നല്ലത്. എന്നാ പിന്നെ പെട്ടെന്ന് അവിടെ പോയി കാണാനുള്ള പണി നോക്കാം. അപ്പൊ പോണല്ലോ. അതെ, വെള്ളത്തിന്റെ ചൂട് പറഞ്ഞിട്ടുണ്ട്. ചൂടാക്കി കൊണ്ടുവരും. അച്ഛാ, അയാളെ കണ്ട ശരിയാവോ? അയാളെ കണ്ട ശരിയാവും കിച്ചുവോ. മനസ്സിന് ഇത്തിരി ധൈര്യം കൊടുക്ക്. ഒക്കെ ശരിയാവും. നമ്മള് ഊർജ്ജസ്വലനായിട്ട് ഇനിയും കളിക്കാനിറങ്ങും. അച്ഛനെ പറയണേ. ഓം ക്രീം ചാമുണ്ടേ നമഃ. ദേവി ശുക്ലാം ഭദ്രം വിഷ്ണും ചതുർഭുജം പ്രസന്നവദനേ ധ്യായേ സർവവിഘ്നോപശാന്തേ. ഓം ക്രീം ദേവി. ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ. കാല് മുറിക്കണം. ഓം ക്രീം കാല് മുറിക്കണം. അല്ലെങ്കിൽ മറ്റേ കാലിനെ കൂടി അത് ബാധിക്കും. പറയല്ലേ, ആകെയുള്ള ആൺതരിക എങ്ങനെയെങ്കിലും ദേവികളും രക്ഷപ്പെടുത്തണം. എന്തെങ്കിലും പ്രതിവിധികൾ ഉണ്ടോ നോക്കുവോ? പരിഹാരങ്ങളൊന്നുമില്ല.
കാല് മുറിക്കണം. അതാണ് പ്രശ്നത്തിൽ കാണുന്നത്. കുട്ടീനെ രക്ഷപ്പെടുത്തണം. നിങ്ങൾ അറിഞ്ഞോ സാവിത്രിയുടെ മോന്റെ കാര്യം? ഇല്ല, എന്താ പറ്റിയത്? അതൊക്കെ ഉണ്ട്. അവൻ വലിയ കളിക്കാരനെ പോയതല്ലേ, കാറ്റ് പോയ ബലൂൺ പോലെ പോയ വേഗത്തിൽ തിരിച്ചു വന്നു. തന്നെ ഞാനും അറിഞ്ഞു, മുറിഞ്ഞെന്നാ കേട്ട്. അവളുടെ മോന്റെ ഫോട്ടോ പത്രത്തിൽ വന്നപ്പോഴേ എന്തായിരുന്നു സാവിത്രിയുടെ ആ നെകളിപ്പ്. ഓളെ മോൻ അങ്ങനെ തന്നെ വേണം. അത്രയ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഓരോരുത്തരെ പച്ചറച്ചി തിന്നാതെ കാര്യത്തിൽ കിടക്കിങ്ങള്. ഒരു കാര്യവും പറയാനോ ഓടി അവിടുന്ന്. പിന്നെ അല്ലാണ്ട്. സാവിത്രിയേച്ചി വരുന്നുണ്ട് കേട്ടോ. ഓള് വരുന്നുണ്ട്. ഞാൻ ഇത്തിരി നേരം വൈകിപ്പോയി. നിങ്ങൾ കുറെ നേരമായി തുടങ്ങിയിട്ട്. അതൊന്നും സാരല്ല, ഈ വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്റെ ദുരിതം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. എന്തു ദുരിതം? എനിക്ക് ദുരിതമൊന്നുമില്ല. നിന്റെ മോന്റെ കാല് മുറിച്ച് മാറ്റണമെന്നാണല്ലോ കേട്ടേ. അത് നിങ്ങളാ തീരുമാനിക്ക? അങ്ങനെയല്ലേ? എന്നാ പൈസ വെച്ചോ. കൊണ്ടോന്റെ കാര്യത്തിൽ അതെണ്ണം. നിനക്കതെണ്ണം കിട്ടിയതൊന്നും പോരാ. കുടുംബശ്രീ അവനാന്റെ പരിയിലേക്ക് നോക്കടേ. ഏറ്റവും വലിയ അടുത്ത് നോക്ക് കുഴപ്പമില്ല. ഇല്ല, എന്റെ വീട്ടിലേക്കാ. അല്ലെങ്കിൽ ആദ്യം തന്നെ അവക്ക് നേളിപ്പ. അമ്മ ആ എന്തെത്ര നേരത്തെ പോന്നേ? ഞാൻ പോന്നു. എന്തു പറ്റി അമ്മ, ഒരു വിഷമം പോലെ? ഒന്നുമില്ലടാ. കിച്ചുട്ടാ, അനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട അമ്മ. ശരി. മേല് മൊത്തം എണ്ണ. വൈദ്യരെ, ഇന്നലെ പിന്നെ ഭാസ്കരേട്ടൻ വന്നീനി. മൂപ്പര് നിങ്ങള് കൊടുക്കണ മരുന്നൊന്നും ഏക്കണില്ല എന്നാ പറയണേ. എന്താ ഞാനിപ്പോ എന്താ പറയാ, മൂപ്പര് ഏതാണ്ട് എവിടേക്കാ കാണിക്കണം എന്നൊക്കെയാ പറയുന്നേ. നമ്മുടെ മരുന്ന് എന്താ വൈദ്യരെ എങ്ങനെ ഏൽക്കാത്തെ? അങ്ങനെ വരാൻ വഴിയില്ലടാ. ആവപ്പ, എനിക്കറിയില്ല. ഏട്ട തന്നെ നോക്കിയിരുന്നു. പാരമ്പര്യ വൈദ്യരായ എന്നെ നാട്ടുകാരെ കൊണ്ട് നീ പറയിപ്പിക്കുമോ തമ്പുരാനെ? മോളോ? അമ്മേ സുഖാണോ മോളെ? ആ അമ്മേ, സുഖമായിട്ടിരിക്കുന്നു. കിച്ചുട്ട അകത്തുണ്ട്, പോയി കണ്ട. ഇതെങ്ങനെ വിട്ടാ പറ്റൂല. മിന്നു എന്താ വന്നേ? എനിക്കെന്താ വരാൻ പറ്റില്ല? വരാനൊക്കെ പറ്റും. ഇപ്പൊ ഇങ്ങനെ വേദനയൊക്കെ കുറവുണ്ടോ? കുറച്ച്.
മിന്നു നീ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് വരുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇനി നീ എന്നെ കാണാൻ വരരുത്. നിനക്ക് വിഷമാവെന്ന് എനിക്കറിയാം, പക്ഷെ നീ എൻ്റെ ഭാഗത്തും കൂടി ചിന്തിച്ച് നോക്കണം മീനു. മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കാൻ മാത്രം നല്ല ഓർമ്മകൾ നീ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതും മതി മീനു എനിക്ക്. കണ്ടില്ലേ, ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത എന്നെ നീ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് എൻ്റെ ദുരിതങ്ങൾക്കൊപ്പം കൂടുന്നത്? നീ എന്നെ മറന്നേക്ക്. പിന്നെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. ഇനി വേണ്ട. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ കൂടി ഒരു ഭർത്തരടങ്ങിച്ചു. എൻ്റെ അവസാന ശ്വാസം വരാതെ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ കിച്ചുവിൻ്റെ പേരോ പ്രശസ്തിയോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല പ്രണയിച്ചു തുടങ്ങിയത്. അതൊന്നും എനിക്ക് വേണ്ടതാരും. കിച്ചുവിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം കൂടെ കൂട്ടിയാൽ മാത്രം മതി. അത് മാത്രം നിഷേധിക്കരുത്. അവളിങ്ങോട്ട് വരട്ടെ. അവൾക്ക് പ്രേമിക്കണേ 1.5 കാലം ഇട്ടിട്ടുള്ളൂ. എനിക്കിന്നെ ടൗണിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റും അച്ഛാ? നമ്മുടെ കുടുംബത്തിന് സംബന്ധാലായിക്കുള്ള എന്ത് യോഗ്യത അവനുള്ള? ഞാനിനി മറ്റുള്ളവരുടെ മുഖത്തെങ്ങനെ നോക്കും? നിങ്ങൾ അവളെ വഴക്കൊന്നും പറയണ്ട, ഞാൻ ചോദിച്ചോളൂ കേട്ടോ. വേണ്ട, ഇത്രയും കാലം നീ ചോദിച്ചു വഷളാക്കിയില്ല അവളെ. ഇനി ഞാൻ ചോദിച്ചോളാം. ഒരു മോളല്ലുള്ളൂന്ന് കരുതി മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി അയച്ചു കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഇപ്പൊ ഓൾക്ക് തോന്നിയപ്പോൾ നടക്കുക. ആ വരണണ്ടാ, ഇങ്ങോട്ട് വരട്ടെ. വരട്ടെ കണ്ട്. ആ വരട്ടെ. എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെയായിരുന്നടി? അച്ഛാ, അത് ബസ് ഒന്ന് കേടായി, അതാ ഞാൻ ഇത്തിരി വൈകിയേ. എന്നിട്ട് എന്താടി നീ ആ ബസ് നന്നാക്കി കൊടുത്താ? കള്ളം പറയരുത്. എവിടെയായിരുന്നു ഇത്ര നേരം? കോളേജിൽ പോവാണെന്ന് പറഞ്ഞു പോയാൽ കോളേജിൽ പോണം, അല്ലാതെ കണ്ടടുത്ത് കയറിറങ്ങി നടക്കല്ലേ വേണ്ടത്. അച്ഛൻ ചോദിച്ചതിന് മറുപടി പറയടി. പറയടി. ശബ്ദം കുറച്ച് സംസാരിക്കും മനുഷ്യ, ആൾക്കാര് കേക്കും. കയറിപ്പോടകത്ത്. നീ എവിടെ പോയതടി? നിക്കണേ അവിടെ. ഇന്ന് അതിനെ നീ തല്ലി കൊല്ലി ഞാൻ ഒന്നുള്ളത് കരുതി. അവളൊന്നും ചെയ്യൽ. ഓ ദാഹം മതി നിന്റെ പഠിപ്പും കോളേജ് പോക്കും. നിന്നെ കാണാൻ അടുത്ത ദിവസം ഒരു കൂട്ടർ ഇവിടെ വരും. ഞാൻ അതങ്ങ് ഉറപ്പിക്കും. എന്താ അമ്മ എന്റെ സമ്മതമില്ലാണ്ട് കല്യാണം ആലോചിക്കുന്നേ? നിന്റെ കാര്യം ഞാനായിട്ട് തീരുമാനിക്കുക. ആ ഞാൻ പറയും, നീ അതനുസരിക്കും. കേട്ടോടി. നിന്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിലേ അവനെ അങ്ങ് മറന്നേക്ക്. കേട്ടോടി. കേറിക്കെടുക്കാൻ മാന്യമായ ഒരു കൂരയോ അന്തസ്സില്ലാത്തൊരു മുറിക്കാലിനെ കയറി പ്രേമിച്ചിരിക്കുന്നവള്. അവന്റെ എന്ത് കണ്ടിട്ടാണ് നീ പ്രേമിച്ചത്? ഒന്ന് പതുക്കെ പറയും മനുഷ്യ, ആൾക്കാര് കേക്കും. എന്ത് പതുക്കെ? അമ്മ സംസാരിക്കണ്ട, അച്ഛൻ സംസാരിക്കട്ടെ. നമ്മുടെ നിലയ്ക്ക് വിലയ്ക്കുള്ള ഒരാളെയാണ് നീ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കെട്ടിച്ചെന്നെ. ഇതിപ്പോ അവനൊന്ന് എണീറ്റ് നിൽക്കാൻ പറ്റുമോ? എവിടെ? വെറുതെ ഇനിയെങ്ങാനും നീ ആ 1.5 കാലിനെ കാണാൻ പോയിന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്നുകളയും നിന്നെ. അച്ഛൻ പറയുന്ന സമ്പത്തോ കുടുംബമേമയൊന്നും കിച്ചുവിനില്ലായിരിക്കാം, പക്ഷെ ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ കിച്ചുവിനെ സ്നേഹിച്ചത്. ധിക്കാരം പറയുന്നു. എടി, നീ എങ്ങനെ കിടന്ന് പിടച്ചാലും നിന്നെ ആരെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? മോളെ, അച്ഛൻ നിന്നെ നല്ലതിന് വേണ്ടിയല്ലേ പറയണേ? അവനെ കെട്ടിയ നിന്റെ ഭാവിയാ തൊലഞ്ഞു പോകുന്നത്. തോലട്ടെ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം കിച്ചുവിനെ ഞാൻ സ്നേഹിക്കുള്ളൂ. നിന്റെ ഈ അഹങ്കാരം ഉണ്ടാക്കിയ തന്തയോടും തളയോടും വേണ്ടാട്ടാ. ഒറ്റ മോളല്ലുള്ളൂന്ന് കരുതി കൊഞ്ചിച്ച് വഷളാക്കി. അതാണ്ടായത്. ഇപ്പൊ തൃപ്തിയായില്ല നിനക്ക്? നോക്ക്, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ആ ചക്കനുമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
അച്ഛാ എന്റെ ദൈവൻ എന്റെ കുട്ടി കിച്ചോ എങ്ങനെ നീ വീണേ ബോളൊക്കെ എടുക്കേണ്ട കാര്യം നിനക്കുണ്ടോ എഴുന്നേറ്റ് എഴുന്നേറ്റ് എനിക്ക് അങ്ങനെ ഇരിക്കി അവിടെ അവിടെ കിടന്നേ എനിക്ക് മടുത്തു എന്റെ പ്രതീക്ഷകള് എന്റെ സ്വപ്നങ്ങള് എടുക്കാൻ വയ്യ അങ്ങനെ പറയല്ലേ കിച്ചു നീ നീ എന്താ കുട്ടികളെ പോലെ കാര്യങ്ങള് മനസ്സിലാക്കണം നീ ഒക്കെ ശരിയാവും ആ സുഖം മാറുന്നേ നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം മോന്റെ മനസ്സ് സ്ട്രോങ് ആയിട്ടിരുന്നാലേ ആ സുഖം മാറുള്ളൂ ട്ടോ കിച്ചോ നിനക്ക് പറ്റോടാ പറ്റും. പോകയോ പറയാതെ നീ മുഖമാമി വീഥിയിൽ പ്രാണനാം ശലഭമേ തേങ്ങിയോ കനവുകൾ പതി പകലിൻ്റെ വഴിയേ ദൂരെ മറയുന്നു നിഴലായി നീയും പകലിൻ്റെ വഴിയേ ദൂരെ മറയുന്നു നിഴലായി നീയും നിലവിൻ്റെ കണ്ണീർ കയങ്ങളിൽ പ്രണയം ആഴും നിമിഷങ്ങളിൽ പോകയോ പറയാതെ നീ പറ്റൂടാ
നീ നടക്ക്. പറ്റും. അച്ഛൻ്റെ കുട്ടിക്ക് പറ്റും. നടക്ക്. മെല്ലെ. നടക്കണ മോനെ. അമ്പലത്തിൽ ഇന്നലെ പരിപാടിയൊക്കെ കളറല്ലേ? പിന്നെ സെറ്റായിരുന്നു. വൈദ്യുതി ശിങ്കിടി വരുന്നുണ്ട്. നോക്ക് നോക്ക്. നമസ്കാരം ഉണ്ടല്ലോ. ആയിക്കോട്ടെ. നമസ്കാരം. ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രായം ചെന്നൊരു ബഹുമാനമായിട്ട് ബഹുമാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നമ്മുടെ കിച്ചുവിന് എത്ര കാലായിട്ട് അയാളുടെ അടുത്ത് കൊണ്ടുപോകുന്നു. ഒരു മാറ്റവും ഇല്ല, വെറുതെ ടൈം കളയാനായിട്ട്. നമ്മുടെ നാടിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു കിച്ചു. അവനിലൂടെ ഈ നാട് അറിയപ്പെടുമെന്ന് ഞാൻ കരുതി. അവനില്ലാതെ ഈ കളിയൊക്കെ മതിയാക്കി പോകാൻ തോന്നുന്നു. നമുക്കെങ്ങനെങ്കിലും അവന് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരും. അത് ശരിയാ. എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ല. എന്താടാ? മേജർ പരിക്കാന്ന് കേട്ട് കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയിലവൻ. അവന്റെ പിന്നാലെ നടന്ന സമയങ്ങളുണ്ട്. ജീവിതത്തിൽ പച്ച പിടിക്കാൻ നോക്കാം നമുക്ക്. അങ്ങനെയാണോ പറയണ്ടേ? പൊട്ടിപ്പാളീസായി ഈ ക്ലബിനെ എന്തെങ്കിലും ആക്കിയത് കിച്ചുവാണ്. അന്റെ ആവശ്യമൊന്നുമില്ല അവന് പച്ച പിടിക്കാൻ. ഇവന്റെ ആവശ്യമുണ്ടോ? പച്ച പിടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കിച്ചോ, ആരാ വന്നെ നോക്കിയേ? മാഷോ സുഖല്ലേ? സുഖമായിരിക്കണോ മാഷേ? എല്ലാ പ്രയാസങ്ങളും മാറും കേട്ടോ, വിഷമിക്കണ്ട. ഞാൻ മാഷിനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നുള്ളൂ. അതെ. അപ്പോഴേക്കും മാഷ് വന്നു. ബാലേട്ടാ എന്തുണ്ട്? നല്ല വേദനയൊക്കെ ഉണ്ട്. എപ്പോഴും ഈ ഫുട്ബോള് നെഞ്ചത്ത് വെച്ചിട്ടാ കിടക്കുക. പ്രയാസപ്പെടണ്ട കേട്ടോ മോനെ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് കേട്ടോ, ഒക്കെ ശരിയാവും. പോയി വരാം മോനെ. എന്നാ ശരി കേട്ടോ മോനെ. ഇപ്പൊ വരാട്ടാ. ബാലേട്ട, അഗളിയിലെ സിദ്ധം പറഞ്ഞതേ കിച്ചുവിൻ്റെ കാല് മുറിക്കേണ്ടി വരുന്ന. അവൻ്റെ കാല് മുറിക്കുന്നേക്കാളും ഭേദം എന്നെയും സാവിത്രിനെയും അങ്ങോട്ട് എടുക്കണത്. വയസ്സാം കാലത്ത് ഞങ്ങൾ നോക്കണ്ട മോന. കാലില്ലാണ്ട് അവനെങ്ങനെയാ ഫുട്ബോൾ കളിക്കുക? ഞങ്ങളിതെങ്ങനെയാ സഹിക്കുക മാഷേ? എന്താ കുഞ്ഞിരാമ, കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കരയാതിരിക്കും. കുഞ്ഞിരാമ, കിച്ചുണ്ടല്ലോ ഈ 4 ചുമന്റെ ഇടയിൽ ഒതുങ്ങി തീരേണ്ട ആളല്ല. അവന് നല്ല ചികിത്സ കൊടുക്കണം. അതിനെവിടെ കൊണ്ടുപോകണോ അവിടെയൊക്കെ നമുക്ക് കൊണ്ടുപോകണം. അതിനൊക്കെ ഒരുപാട് ചെലവാവില്ല. നീ വിഷമിക്കല്ലേ കുഞ്ഞിരാമ, കാശിന്റെ കാര്യം നോക്കേ വേണ്ട, അതിനൊക്കെ ഞങ്ങളുണ്ട് അല്ലേ മാഷേ? നമുക്ക് അവനെ കൊണ്ടുപോയിട്ട് ചികിത്സ, നല്ല ചികിത്സ കൊടുക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ചികിത്സ കൊടുക്കും. നിങ്ങൾക്ക് വേറെ ആരും ഇല്ല? ആശുണ്ട്, പിന്നെ ഞാനുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട് കൂടെ. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തന്നെ പോകും. അതുകൂടെ പറയാനാണ് ഞാനും മാഷും കൂടെ വന്നത്. പക്ഷേ ഞങ്ങളുടെ കൂടെ നിൽക്കണേ പക്ഷേ. കൂടെ ഉണ്ട്, ഇങ്ങനെ കരയാതിരിക്കും. ഞങ്ങളൊക്കെ ഇല്ലേ? വിഷമിക്കില്ലേ കുഞ്ഞിരാമ? ആകെ കുടുങ്ങിയേക്ക്. അല്ല, എനിക്കിപ്പോ കല്യാണമൊന്നും ശരിയാവില്ല. കല്യാണവും ശരിയാന്നില്ല. ഇപ്പൊ ഒക്കെ മാട്രിമോണി അല്ലേ? നല്ല ചൊറുക്കുള്ള പെൺകുട്ടികളതാ തലങ്ങുമേലും കോളേക്ക് പോണ്.
അതൈറ്റൊക്കെ അതിനോരോ ലൈൻ ഉണ്ടാവും. അപ്പൊ ഞമ്മക്ക് ശരിയാവില്ല. എല്ലാം മാട്രിമോണിയിലുള്ള കളിയാ. മള കഞ്ഞോടി മുട്ടിക്കുക. പണിയൊന്നും ഇല്ലടോ ഇപ്പൊ. പണിയില്ലാന്ന് പറഞ്ഞ് കഴിച്ചിട്ട് കാര്യണ്ടോ? പണിക്ക് പോട്ടെ. പണി ഇല്ലാത്തോനാ ആനക്കെന്തും പറയാലോ. എന്റെ ഭാര്യ തൊഴിലുറപ്പിന് പോണ്ടല്ലോ, എന്റെ കാശുണ്ട്. എന്താ സന്തോഷേ, മൂന്നാളും കൂടെ കേട്ടോ ഇറങ്ങിയല്ലോ. എന്തേ? നമ്മളെ കിച്ചുവിന്റെ ധനസഹായിട്ട് വന്നാണ്. നമ്മുടെ നാട്ടുകാർ വേണ്ട കാര്യങ്ങളൊക്കെ മുന്നിട്ട് ചെയ്യാൻ നിങ്ങളെന്തേ സഹായിക്കുന്നു? എന്താ അവിടെ മാറ്റിയേക്ക്. തന്നെ ഇത് വെച്ചോ, ഇതുള്ളൂ. വരേട്ടാ, നിങ്ങളതൊന്നുമില്ലേ? ഞാൻ ആകെ കുടുങ്ങി അണ്ണി മറിഞ്ഞിട്ടാ, ഒരു പൈസ ഇല്ല. നിങ്ങൾ പോട് പോട്, പിന്നെ തരാം. മറേട്ടാ, ഞാൻ നിങ്ങളെ കാണാതിരിക്കുന്നു. ഞാൻ നമ്മളെ കിച്ചുവിന്റെ ധനസഹായിട്ട് വന്നേ. അല്ലടോ, കിച്ചു പന്ത് കേൾക്കുമ്പോ കാലൊടിഞ്ഞില്ലേ? അതന്നെ അതന്നെ അതന്നെ. അല്ലടോ, ഓനിപ്പോ എങ്ങനുണ്ട്? ഓന്റെ സ്ഥിതിയെല്ലാം വളരെ ദയനീയാണ്. വൈദ്യന്മാരും സിദ്ധന്മാരും ഒഴിവാക്കിയല്ലേ? അതൊക്കെ നാട്ടുകാർ വെറുതെ ഓരോരോ കാര്യങ്ങൾ ഇല്ലാണ്ട് പറയാന്ന്. വീട്ടിലെ കാര്യമൊക്കെ വളരെ ദയനീയ, വളരെ കഷ്ടമാണ്. നമ്മുടെ നാട്ടുകാർ വേണ്ട ഓരോരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്ത് വേണ്ട കൊടുക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞാലോ? നിങ്ങൾ വേണ്ട അവരെ മുന്നിട്ടൊന്ന് സഹായിക്കാൻ. പണി വേണ്ടേ? പണി ഉണ്ടല്ലോ, ദിവസങ്ങൾ പണിക്കും നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ചെക്കൻ്റെ അച്ഛങ്ങളെ കമ്പനിക്കാരനല്ലേ? ഞാൻ തരാടോ, കൊടുക്ക്. നിങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചാലോ? ആകെ 10 ഉറുപ്പ ബീഡി വാങ്ങാനാ. ബീഡി പിന്നെ വലിക്കുക. തൽക്കാലം അത് വെക്കേ, നമുക്ക് നോക്കാം കേട്ടോ. ഇത് പിരിപ്പിച്ച് നോക്കാം. നാളെ നിങ്ങളെ വീട്ടിൽ വരുന്നുണ്ട്. നാളത്തേക്ക് പോരും. ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങളൊക്കെ ഒന്ന് മുന്നിട്ടിറങ്ങണം കേട്ടോ. നാളത്തെ പന്നി പണി ഉണ്ടാവും. ഏതായാലും എന്റെ പൈസനോട് മോന്റെ രോഗം മാറട്ടെ. ഒക്കെ ശരിയോ? നമ്മളൊരൊറ്റ കെട്ടായി നിന്നാല് എല്ലാ പ്രതിസന്ധിയും മറികടക്കട്ടെ. പോയി ചെക്കൻ്റെ ഈ പണിയും തോരും ഇല്ലാത്തോടത്ത് എന്റെ എഴുന്ന ഈ പൈസ അത് പറയല്ലോ. അങ്ങനെ പറയല്ലേ, നല്ലൊരു കാര്യത്തിന് സാരില്ലേ. എന്ത് നല്ല കാര്യോ? പറഞ്ഞാ മതി. എന്റെ കൈ പത്താ പോയി. ഇപ്പത്തെ പരിപാടി എന്താ? നമുക്ക് പിരിക്കലാണ് ഏറ്റവും നല്ല. അല്ലേ ഇപ്പൊ കളിച്ചാണേ കളിച്ചോ. പ്രസിഡന്റ് സുഖല്ലേ? ഒന്ന് പോ ചങ്ങായി. പ്രസിഡന്റിന്റെ ഒരു കാര്യം. എന്താ മാഷേ? പ്രസിഡന്റിനെ കാണാനായി 2 ദിവസം മുമ്പ് വീട്ടിൽ വന്നിരുന്നു. എന്താ കാര്യം? നമ്മളെ ആ കൃഷ്ണകുമാറിന്റെ കാര്യം പറയാനായിരുന്നു. നമ്മളെ ഫുട്ബോൾ കളിക്കുന്ന പയ്യന്റെയോ? അതെ, അത് തന്നെ. അല്ല, ഓന് ക്യാൻസർ ആണെന്നാണല്ലോ ഞാൻ കേട്ടത്. അതൊന്നുമില്ല കേട്ടോ, അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഈ ആൾക്കാരെ ഒരു കാര്യം, ഞങ്ങൾ വന്നത് ഈ പഞ്ചായത്തിന്റെ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം അവന് കിട്ടുമോന്നറിയാൻ വേണ്ടിയിട്ടാ. അല്ല, പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പഞ്ചായത്തിലെ കാര്യങ്ങൾ എനിക്കറിയാലോ. ദിവസവും 100 കണക്കിനുള്ള അപേക്ഷ വരുന്നത്, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള. അല്ല, ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ച് ഞാൻ വേണ്ടത് ചെയ്യാം. നോക്കട്ടെ. എന്നാ ശരി, വരികടാ, നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. നാളത്തെ പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ലേ? നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് വേറെ. എടോ, നീ ആ റോഡിന്റെ കാര്യം പ്രസിഡന്റ് അടുത്ത് പറഞ്ഞായിരുന്നാ? ഇന്നലെ കാണുമ്പോൾ കൂടി പറഞ്ഞ. പറയുമെന്ന് നീ പറയുന്നതല്ലാണ്ട് നീ പറയില്ല എന്ന് എനിക്കറിയാം. ഞാൻ വണ്ടി കഴിയും നടന്നോട്ടാ. അതൊക്കെ പ്രസിഡന്റ് വേണ്ട പോലെ ചെയ്യും. എടാ, അയാളുടെ കാര്യം നിനക്കറിയില്ലേ? അയാൾ പോക്കറ്റ് ഉയർപ്പിക്കല ഒരു കാര്യം നടക്കൂലേ? അതൊക്കെ നടക്കുന്നു. ദേ, ഇലക്ഷൻ വരാൻ പോവാണേ. ആ ഏരിയക്ക് നമുക്ക് കാലുകുത്തണമെങ്കിൽ ആ റോഡ് നന്നായി കൊടുക്കണം. നീ ഇവിടെ കഴിയുന്നു. പ്രസിഡന്റിനെയും കുറ്റം പറഞ്ഞു നടന്നു. അല്ല പിന്നെ ഇതാരാ? കുഞ്ഞിരാമേട്ടനോ? ഇതാര്? കുഞ്ഞിരാമേട്ടനോ? പ്രതിഭേ, കിച്ചുനെ ആശുപത്രി കൊണ്ടുണ്ട ദിവസമുണ്ടേ. ജീപ്പൊന്ന് കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാ. ജീപ്പോ? ജീപ്പിപ്പോ അടുത്ത തിങ്കളാഴ്ചയാണ് പോകേണ്ടതേ. തിങ്കളാഴ്ചക്ക് ജീപ്പ് വേണം അല്ലേ? അന്ന് വേറെ ഓട്ടം ഉണ്ടോ? ഓട്ടം കുഴപ്പമില്ല, ഞാൻ വരാം.
സന്തോഷം. ഞാൻ പോക്കട്ടെ. ഓ ആയിക്കോട്ടെ. ആ ശരി ശരി ശരി. ആ വണ്ടിക്കൂലി പോലും കിട്ടൂല കേട്ടോ. എന്നോട് ഞാൻ പറഞ്ഞുതരാം. ഒരു പാവല്ല കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? എടാ ശ്രീത്തെ, ഞാൻ എങ്ങനെയാണ് എൻ്റെ പെങ്ങളെ അവന് കെട്ടിച്ചുകൊടുക്കുക? ആ 1.5 കാലന് അച്ഛനും ഞാനൊക്കെ എങ്ങനെ അവളെ നോക്കി വളർത്തിയാന്നറിയോ? അവളെ എല്ലാ ആഗ്രഹവും ഞാനും അച്ഛനും സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് അവളെ 1.5 കാലിന് മതി എന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ അച്ഛൻ്റെ ഒരു വാക്കിന് ഒരു വില അവളെ കൊടുക്കുന്നില്ല. നീ സമാധാനപ്പെട്, നമുക്ക് നോക്കാം, അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. അവൾക്കിപ്പോൾ ഞങ്ങളെ വാക്കിനൊരു വിലയല്ല. ശ്രദ്ധിക്കണം. അകത്തേക്ക് വെച്ചേക്ക്. മടക്കിയിട്ടൊക്കെ കൊടുക്ക. എടാ ഇത് പിടിച്ചോ, അവിടെ സൈഡിൽ വെച്ചോ. കുഞ്ഞിരാമ, ഈ അസുഖം 1000-ൽ 2-3 പേർക്ക് മാത്രം കണ്ടുവരുന്നതാണ്. വിശദമായ ടെസ്റ്റുകളും പരിശോധനകളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൃത്യമായി അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ. അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ ഭേദപ്പെടാനുള്ള സാധ്യത 10%. ടെസ്റ്റുകൾക്കും പരിശോധനകൾക്കും ഭീമമായ തുക ആവശ്യമുണ്ട്. സാറേ, ഇത്രയും കാലം ഞാൻ സ്വരുക്കൂട്ടി ഉണ്ടാക്കിയതൊക്കെ വിറ്റിട്ടാലും ശരി, എനിക്കെൻ്റെ കിച്ചുവിനെ തിരികെ തരണം. അവനിനിയും പന്ത് തട്ടണം. അതിൻ്റെ ഒരു ആഗ്രഹം. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം കുഞ്ഞിരാമ. ഈ വസ്തുത ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതേ ഉള്ളൂ. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം, ശ്രമിക്കാം. തന്തന്നോ താനനം താനനം തന്തനം താനോ, തന്തന്നോ താനനം 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 താനോ, തന്തന്നോ താനനം 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 താനോ. രാവിലെ തന്നെ തുടങ്ങിയോ റേഡിയോ? ഗുളിക കുടിച്ചില്ല? ഗുളിക കുടിച്ചോ? എല്ലാരും ചൊല്ലണേ, എല്ലാരും ചൊല്ലണേ, കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ്. വേണ്ട, ഒന്ന് എടുത്തു മാറ്റേ. ചായ കുടിച്ചോ? അടുത്ത സൈറ്റിൽ പോകേണ്ടതാ. ചായ കുടിച്ചോ? ഇതൊന്ന് തീർത്തോട്ടെ, നിങ്ങൾ തിരക്കാക്കല്ലേ. ഇപ്പൊ കൊണ്ടോ ഉറക്കെ പറഞ്ഞേ, ഓ കേക്കും. ഒന്നും മിണ്ടണ്ട. അതന്നെ. ഡോ, സാവിത്രീന്റെ മോനില്ലേ, ഓന് ക്യാൻസർ ആണെന്നാ പറയുന്നത്. ക്യാൻസർ വെറുതെ പറഞ്ഞുണ്ടാക്കാണ് അതൊക്കെ. എല്ലാരും മാരിപ്പയ്യും തുടങ്ങിയോ? അങ്ങനെ ഞാനും കേട്ട്. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞു പരത്തിയാ മതി. ആരെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേനും അങ്ങ് പറയാ. വെറുതെ പറഞ്ഞുണ്ടാക്കണേടി അതൊക്കെ. ഞാനും കേട്ടതാണ്. ആരെങ്കിലും പിടിച്ചറുണ്ടോ? ഇപ്പൊ കൊണ്ടോ, അടങ്ങി അവിടെ നിന്നോ. പേടിപ്പിക്കണ്ട, പാവല്ലേ, അവിടെ നിന്നോട്ടെ. കിച്ചുവോ?
ഉറങ്ങരുന്നോ? എണീക്കണ്ട, കിടന്നോ. അമ്മയോ? അമ്മ പുറത്ത് പണിയില്ല. അച്ഛാ, നമുക്ക് ആ ഡോക്ടറെ ചികിത്സ വേണ്ട അച്ഛാ. എന്തേ? അത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. പിന്നെ എന്തിനാ വെറുതെ? എത്ര നുള്ളി പറിക്കാനും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അച്ഛാ. പിന്നെ നുള്ളി പറിക്കുന്ന അമ്മ എത്ര ചികിത്സ കഴിഞ്ഞാലും വലിയ പ്രതീക്ഷ വേണ്ടെന്ന് തന്നെയല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കണേ? ആരാ അങ്ങനെ പറഞ്ഞേ? എനിക്കറിയാം. പ്രതീക്ഷയൊക്കെ ഉണ്ട്. നീയേ ആദ്യം മനസ്സിന് ഇത്തിരി ധൈര്യം കൊടുക്കിച്ചു. അതല്ല അച്ഛാ, എന്നെ വിട്ടേക്ക്. അത് പറ്റില്ല. അച്ഛനും അമ്മയ്ക്കേ നീ ഒരു ഒറ്റ മോനേ ഉള്ളൂ. നിനക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ജീവിക്കണ തന്നെ. സ്ട്രോങ് ആയിട്ട് നിൽക്ക് നീ കേട്ടോ. ഒക്കെ ശരിയാവും. ഇനി എത്ര കാശ് മുടക്കിയാലും നമ്മൾ ചെയ്യും കേട്ടോ. എല്ലാം ഭേദാവും. അച്ഛൻ്റെ കുട്ടി ഇങ്ങനെ സങ്കടപ്പെടരുത്. എപ്പോഴും മനസ്സിന് ധൈര്യം കൊടുക്കണം കേട്ടോ. എൻ്റെ കിച്ചുവിനെ പോലെ തന്നെ പൊന്നുപോലെ നോക്കുന്ന വെച്ച് ഞാനിവിടെ. നീ പറഞ്ഞവൽ ഇച്ചിരി കൂടുതലാ. എന്നാലും നിന്റെ അവസ്ഥ മനസ്സിലാക്കി ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുപോക്കോളാം. ഇവളെ ഇപ്പോൾ കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ അവൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഇതല്ലാതെ വേറെ നിവർത്തിയില്ല ചേച്ചി. ചേച്ചി ഇവളെ നല്ലോണം നോക്കണേ. ഞാൻ എൻ്റെ കുട്ടീനെ പോലെ നോക്കണതാ. ഇതാ ചേച്ചി. കിച്ചോ എന്തല്ലടാ? ഇപ്പോ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ നിനക്ക്? ഇപ്പൊ അങ്ങനെയായോ? പിന്നല്ലാണ്ട്. ഇദ്ദേഹം എവിടെയായിരുന്നു? എത്ര ചെറിയ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കണം? നിനക്ക് വല്ലതും അറിയോ? എടാ ഞാൻ കഴിഞ്ഞ ദിവസം വന്നല്ലേ ഉള്ളൂ. നിനക്ക് ഇടയ്ക്ക് വന്നൂടെ ഇങ്ങോട്ട്? ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ഈ മറന്നുപോയോ? ഓ, കഴിഞ്ഞ ദിവസം. എടാ പിന്നെ ഇന്റെ കൂടെ ഒരാളൂടെ ഉണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട്. ആര്? എടാ നമ്മുടെ മഹേഷ് ഇല്ലേ? മഹേഷ? വന്നിട്ടുണ്ട്. എവിടെ? നാട്ടിലെത്തി. ഇന്റെ കൂടെ ഉണ്ട് മഹേഷേ. ഇതാ നോക്കിയേ. കിച്ചു എന്തുണ്ടാ? ഞാനേ ഇന്നലെ അമേരിക്കയിൽ നിന്ന് വന്നേ. അപ്പോഴേ നിന്റെ കാര്യങ്ങൾ അറിഞ്ഞത്. അത് ഞാൻ നല്ലോണം വൈകിയെന്ന് എനിക്കറിയാം. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് കേട്ടോ ഞാൻ കരുതി. എന്തിനെനിക്ക് നിന്നോട് ദേഷ്യം? എടാ അതൊക്കെ കുട്ടിക്കാലത്ത് ഓരോ തമാശകളല്ലേ. നീ അതൊക്കെ ഇപ്പോഴും മനുഷ്യ കൊണ്ട് നടക്ക? മനസ്സിന്റെ അല്ല, നമ്മൾ ചങ്ങായിമാരല്ലടാ. ഈ അവസ്ഥയിൽ എന്താ? ഞങ്ങളുണ്ടാ, നമ്മൾ ചങ്ങായിമാരല്ലേ. പിന്നെ നിന്നെ ചങ്ങായിമാര്. ശരിക്കും ഇപ്പൊ ഭയങ്കര സന്തോഷം. നമുക്ക് നമ്മുടെ കിച്ചുവിനെ പഴയ കിച്ചുവായിട്ട് കൊണ്ടുവരണം. പൊളിക്കണം. അതിനുവേണ്ടി എന്ത് ചികിത്സ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്താ വെച്ചു? നീ ഉഷാറായിട്ട് ഇരിക്ക്. ഒക്കെ ശരിയാവും മാൻ. നോക്ക്, അവന്റെ ലുക്കൊക്കെ ആകെ മാറി. അതെ, സായിപ്പിനെ പോലെ ആയിണ്ട്. എന്തടാ ഞാൻ പണ്ടേ ലുക്കല്ലേ? നീ മൊഞ്ചനല്ലടാ. കിച്ചു, വേദന എങ്ങനെയുണ്ട്? വേദന ഉണ്ട്. ഏയ്, കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ മുഖത്ത്. വേദന കുറഞ്ഞായി തോന്നുന്നുണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ? ഇല്ല. ഇത് സുഹൃത്തുക്കളല്ലേ? ക്യാൻറ്റീനിൽ നല്ല പുട്ടും കടലയും കിട്ടും, കഴിച്ചിട്ട് വാ. അല്ല, കുഴപ്പമില്ല. എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വാ. ഞാൻ കൊടുത്തോളാം. നോക്കടേ. പിടിച്ചില്ലേ? പോയിട്ട് വരാ. പോയിട്ട് വാ. ഈ കൃഷ്ണകുമാറിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ ജീവിതത്തിൽ ഇതുപോലൊരു കേസ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യം കരുതിയത് ഇത് ഓസ്റ്റോഫിറോസിസ് പോലുള്ള എന്തോ അസുഖമെന്നായിരുന്നു. കോംപ്ലിക്കേറ്റായ ഈ ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് അസുഖം എന്താണെന്ന് കണ്ടെത്തിയത്. കുറച്ച് സങ്കീർണമാണ് കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും പോലെ
സന്തോഷ് ട്രോഫിയുടെ ക്യാമ്പിൽ വെച്ചല്ല വാസ്തവത്തിൽ ഈ പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. പിന്നെന്താ അത് ഡോക്ടർ? ഈ ചെറിയ പ്രായത്തിൽ, എനിക്ക് തോന്നുന്നു 7-8 വയസ്സിൽ ഇവൻ്റെ കാലിന് എന്തെങ്കിലും ഇഞ്ചറി വരുന്ന രീതിയിലുള്ള വല്ല പരിക്കോ മറ്റോ ഉണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ ആ പരിക്കിൻ്റെ ഒരു പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ് അന്ന് കിട്ടിയിട്ടില്ല. ആ പരിക്കിൻ്റെ മൂർച്ഛിച്ച അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അന്ന് കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരവസ്ഥ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷെ ഈ വേദന കടിച്ചമർത്തിയിട്ടാവണം അവൻ കേരള ടീമിൻ്റെ ഈ കോച്ചിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. ഡോക്ടർ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാലും കിച്ചുവിനെ നമുക്ക് പഴയ ജീവിതത്തിലെ തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ പൊന്നും പോലെ അന്ന് കൃത്യമായിട്ട് ചികിത്സ കൊടുക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ സമാധാനപ്പെട്. ചികിത്സ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തില്ല നാട്ടിൽ. നമുക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. താൻ പാതി ദൈവം പാതി എന്നല്ലേ, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഡോക്ടർ പറഞ്ഞില്ലേ. അതെ, സുക്കൂറിന്റെ 4 സാക്ക് സിമെന്റ് എഴുതിയില്ല. അതെ, അതിനോട് ആലിക്ക് എഴുതാൻ അത് സാറില്ല, അത് വെട്ടിയിട്ട് 2 ആക്ക്. ഓൻ ഒരു പണിയില്ലാതെ അങ്ങനെ ആക്കിയല്ലേ. ആര്? കുഞ്ഞിരാമനാ? ഹാജരെ. പിന്നെ അന്നെ ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി നിൽക്കേന്. എന്തേ? ഒന്നുമില്ല. മോനെങ്ങനെയുണ്ട്? മോന് കുഴപ്പമൊന്നുമില്ല ഹാജരെ. കുഴപ്പമൊന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ. പിന്നെ എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം. അവനെ പറ്റി ഈ ഒരു വിഷമം വേണം. ഓനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം. അവനെ ഇന്ന് ആടിൻ്റെ അഭിമാനം. ഓനൊരു പന്തളിക്കാരനല്ലേ? ഈയും പണ്ട് നല്ലൊരു കളിക്കാരനായിരുന്നല്ലോ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതോർത്ത് ഇജ്ജ് വിഷമിക്കണ്ട. ഞങ്ങൾ മഹല്ലേരെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ തുക ഉണ്ടാക്കണം. ഞാൻ പള്ളിയിലൊക്കെ അനൗൺസ് ചെയ്തതാണ്. എല്ലാവർക്കും പരിപൂർണമായിട്ട് സമ്മതമാണ്. ഈ അത് വാങ്ങണം, വാങ്ങാതിരിക്കരുത്. അത് ഞങ്ങളൊരു മനസ്സന്തോഷമാണ്, നമ്മളെ നാടിന് വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങളെ കടമയാണ്. സന്തോഷം. എന്നാ പറഞ്ഞ മാതിരി പോയിട്ട് വരാം. ശരി കേട്ടോ. എടാ, അമ്മ വന്നില്ലേന്ന്? കണ്ടില്ലല്ലോ. അമ്മേ, അവനൊരു വഴിപാട് ചെയ്യാൻ വേണ്ടിട്ട് കാടാമ്പുഴ വരെ പോയിരിക്കുക. ഓ, നാം പാതി ദൈവം പാതി എന്നല്ലേ? ശരിയാ. ഡോക്ടർ വന്നു. കിച്ചു എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സിസ്റ്ററെ. യെസ് ഡോക്ടർ. സാറേ, ഇന്ന് രാവിലെ എഴുതിയിരുന്ന മരുന്നുണ്ടല്ലോ, അത് ഇവിടെ ഇല്ല, പുറത്തുനിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. സിസ്റ്ററെ, അതൊന്ന് പറഞ്ഞു കൊടുക്കട്ടോ. ഓക്കെ. ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ, ബാക്കി നാളെ നോക്കാം. ഭേദാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശരി.
കിച്ചുവോ? ഓ, നീ നീ ഇത് വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കരുത്. നീ ഇറങ്ങണം. ഇതേ നിന്റെ രണ്ടാം ജന്മ. നിന്നെ വേദനിപ്പിച്ചവരുടെയും പരിഹസിച്ചവരുടെയും മുമ്പിൽ പോയിട്ടേ നീ ഇനിയും പന്ത് തട്ടണം. ഇങ്ങോട്ട് നോക്കിയേ, അച്ഛന് സാധിക്കാതെ പോയത് കിച്ചിലൂടെ സാധിച്ച് അച്ഛന് കാണണം. നിനക്ക് കഴിയും, നിനക്ക് കഴിയൂ കേട്ടോ. പിടിക്ക്. ഇറങ്ങണം നീ. കഴിയും കഴിയും കഴിയും. നോക്കിയാ, ഇത് നമ്മളാ ക്യാൻസർ ഒക്കെ ഉള്ള ആ ചെക്കനല്ലേ? ആ കാലൊക്കെ മുറിച്ചാന്ന് പറഞ്ഞേ. ആള് അടിപൊളി കേട്ടോ. നമ്മളെ നാട്ടിൽ ഫുട്ബോൾ പഠിക്കാൻ എത്ര കുട്ടികളാ കാത്തിരിക്കണ്. ഇങ്ങനെയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ. സംസ്ഥാന അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആവേശകരമായ ഈ ഫുട്ബോൾ മത്സരം വീക്ഷിക്കുന്നതിന് വേണ്ടി മാന്യ ഫുട്ബോൾ പ്രേമികളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ യുവതലമുറയെ വാർത്തെടുക്കുന്ന ഈ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിന് സമ്മാനദാനം നിർവഹിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ താരം VP കിഷോറാണ്. ആവേശം പൊടിപാറുന്ന ഈ ഫൈനൽ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. യാത്രയൊക്കെ സുഖമായിരുന്നില്ല? സുഖമായിരുന്നു. ഫ്ലൈറ്റ് ലേശം പോയി. ഓ, കളി തുടങ്ങിയല്ലോ. കളി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ മോന്റെ ടീമാ. അവന്റെ അധ്വാനം. സൂപ്പർ സൂപ്പർ. കിച്ചുന്റെ ടീം കൊള്ളാലോ, നല്ല കളിയാണല്ലോ. അത് കൃഷ്ണകുമാർ അല്ലേ? അതെ, കൃഷ്ണകുമാറാണ് കിച്ചു. ഓ, കിച്ചു. എന്റെ മോന്റെ ടീം പഠിച്ചുട്ടാ. അണ്ടർ 20 ഫുട്ബോൾ കിരീടം നേടിയ ടീമിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജേതാക്കൾക്ക് കിരീടം സമ്മാനിക്കാനായി എത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും
ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനവുമായ കിഷോർ VP ആണ്. 2 വാക്ക് സംസാരിക്കാനായി കിഷോറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കമാൽ വരദൂർ സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അതിലേറെ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ, നിങ്ങളെല്ലാവരെയും നേരിൽ കാണാൻ പറ്റിയതിലും അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരം വീക്ഷിക്കാൻ പറ്റിയതിലും അതിയായ സന്തോഷമുണ്ട്. മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ചാമ്പ്യന്മാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. യഥാർത്ഥത്തിൽ ഈ പ്രതിഭകളുടെ പെർഫോമൻസ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അവർക്ക് വേണ്ടി നമ്മൾക്കൊരു നല്ല കയ്യടി കൊടുക്കാം. അവരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ ആ പ്രതിഭയെ കൂടി നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ട കിച്ചു ആണത്. അവൻ്റെ സുഹൃത്തായതിൽ അത്രമേൽ ഞാൻ അഭിമാനിക്കുന്നു. സന്തോഷ് ട്രോഫി ക്യാമ്പിൻ്റെ ആദ്യ ദിനത്തിൽ കിച്ചുവിൻ്റെ കളിയും മുന്നേറ്റവും സഹതാരങ്ങൾക്ക് പോലും പ്രചോദനമായിരുന്നു. അന്നത്തെ അവൻ്റെ പെർഫോമൻസ് ഞങ്ങളെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ആ വർഷം കേരളം അവനിലൂടെ കപ്പടിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാം നഷ്ടമായിടത്തു നിന്നാണ് കിച്ചു വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. ഇതെത്ര വീണുപോയവനെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പ്രാപ്തനാക്കുന്ന അഭിമാന മുഹൂർത്തമാണിത്. അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിലൂടെ ഈ നിര എന്തായാലും ഉയരങ്ങളിലെത്തുക തന്നെ ചെയ്യും. ജേതാക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട കിച്ചുവിനും അഭിനന്ദനങ്ങൾ. സാറേ, ഞങ്ങൾ ഈ കപ്പടിക്കാൻ പ്രാപ്തരാക്കിയത് കിച്ചുവേട്ടനാണ്. കിച്ചുവേട്ടനെയും ഈ വേദിയിലേക്ക് വിളിക്കണം. തീർച്ചയായിട്ടും വിളിക്കൂ. നീ കേറി കപ്പ് ആവടാ മോനെ. കൺഗ്രാറ്റുലേഷൻ കിച്ചു. കിച്ചു മുത്തായിട്ട് പൊളിച്ചടാ. കിച്ചു ഞങ്ങളെ അഭിമാനമാടാ മുത്തേ. സ്വപ്ന